ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും ഈ ഒരു ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ഡേ ആണ്. ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്, എക്സ്പേർട്ട് ഒപ്പീനിയനിലേക്ക് പോകേണ്ടതുണ്ട്. അതിനൊക്കെ മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്ന അമേരിക്കയുടെ ഇടപെടൽ തന്നെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇറാനെതിരെ സൈനിക നടപടി വേണമോ എന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ് 2ാമത്തെ ദിവസമാണ് ഇറാനെതിരെ അമേരിക്കയുടെ വലിയ മാരകമായിട്ടുള്ള ഒരു അറ്റാക്ക് വന്നിരിക്കുന്നത്. 3 ആണവ കേന്ദ്രങ്ങൾ US തകർത്തിരിക്കുന്നു. ഗതി മാറ്റുന്ന ഇടപെടലാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ഗതി മാറ്റുന്ന ഇടപെടലാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സർ, കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീക്കിലി ട്രാൻസിറ്റർ പ്രോഗ്രാമിന്റെ തമ്പ് ഇങ്ങനെയായിരുന്നു, അതായത് അമേരിക്ക കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമോ എന്നുള്ളത്. ഏതാണ്ട് അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിപ്പെടുന്നു എന്നുള്ള ഒരു അനുമാനമാണ് നിലവിലത്തെ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. ജാസ്മിൻ, നമ്മളൊരു ഫോർമാലിറ്റിക്ക് ഹാപ്പി മോർണിംഗ് പറഞ്ഞാണ് തുടങ്ങണമെങ്കിൽ പോലും അത്ര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മോർണിംഗ് അല്ല. കാര്യം വെച്ചാൽ അത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു സിവിലൈസേഷനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻസിനെ സംബന്ധിച്ചും ഹ്യൂമൻ വാല്യൂസും ലൈഫ്സും വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു മോർണിംഗ് അല്ല എന്ന് മാത്രം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു സൈഡിനും നമ്മൾ എന്താ പറയുക, ഒരു പക്ഷപാതവും നമ്മൾ ചേരുന്നില്ല എന്നുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിനെയും ബിസിനസ്സിനെയും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണു എന്ന് മാത്രം. ദ വേൾഡ് ഹാസ് ബിക്കം മോർ അൺപ്രഡിക്റ്റബിൾ അല്ലേ, വിത്ത് എ പേഴ്സൺ ലൈക്ക് ട്രംപ് ഓൺ ടോപ്പ്. അതായത് US-ന്റെ ചാർജ് ആയിട്ട്, അതായത് മോസ്റ്റ് പവർഫുൾ മാൻ ട്രംപ് ആയിട്ടിരിക്കുന്നിടത്തോളം കാലം ഈ പറയുന്ന പോലെ വേൾഡ് വളരെ പ്രഡിക്റ്റബിൾ അല്ല, ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്ഥലമായി മാറി എന്നുള്ളതാണ്. നമ്മൾ പണ്ടൊക്കെ 1970s മറ്റേ എന്താ പറയുക, വേൾഡ് റോക്ക് ബാൻഡ് ഉണ്ടായിരുന്നു, അതായത് പിങ്ക് ഫ്ലോയിഡ് എന്ന് വെച്ചിട്ട് അവരൊരു പാട്ടുണ്ട്, അനദർ ബ്രിക്ക് ഇൻ ദ വാൾ. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നതിൻ്റെ ഇടയിൽ വേറൊരു ബ്രിക്കും കൂടെ ആ വാളിലേക്ക് എടുത്തു വെക്കുന്ന രീതിയിലേക്കാണ് US-ന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. ജാസ്മിൻ പറഞ്ഞ പോലെ വളരെ കറക്റ്റാണ്. അതായത് നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ ഇവിടുന്ന് പാർട്ടി ചെയ്യാൻ നേരത്ത് നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അന്ന് മാർക്കറ്റ് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്തു. അതായത് തേഴ്സ്ഡേ നൈറ്റ് അല്ലെങ്കിൽ ഫ്രൈഡേ മോർണിംഗ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് വൈറ്റ് ഹൗസിൻ്റെ പ്രസ് ബ്രീഫിംഗ് അനുസരിച്ച് പറയുന്നത് US ഈ യുദ്ധത്തിൽ, അതായത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ഇടപെടണോ എന്നുള്ളത് 2 ആഴ്ച കൊണ്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു പോയതിനു ശേഷം ഗ്ലോബൽ മാർക്കറ്റ്സ് വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിലും അത് റെസ്പോണ്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടതെന്നുള്ളത്. അവിടെ നിന്ന് എത്ര പെട്ടെന്നാണ് നോക്കൂ, ഈ പറയുന്ന പോലെ സൺഡേ മോർണിംഗ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ഹാപ്പി സൺഡേ എന്നുള്ള രീതിയിൽ നിന്നും മാറി, അതായത് ഒരു പുതിയ വീക്കെൻഡ് തുടങ്ങുന്നത്, ഒരു വീക്ക് നമുക്ക് തുടങ്ങുന്നത് സൺഡേയിലാണ് അല്ലേ. അത് രാവിലെ തന്നെ നമ്മൾ ഹിയർ ചെയ്യുന്നത് US ഹാസ് എൻറ്റേർഡ് ഇൻ ടു എ കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇറാനിൻ്റെ 3 ന്യൂക്ലിയർ അസറ്റ്സ് അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെൻറ്റ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് കേപ്പബിലിറ്റി സ്ട്രൈക്ക് ചെയ്തിരുന്നു. ഒബ്ജക്റ്റീവ് അച്ചീവ്ഡ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഫർമേഷനാണ് US സോഴ്സസിൽ നിന്നും വരുന്നതും. അത് മാത്രമല്ല, ഇസ്രായേൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും US ചെയ്ത ആ ഒരു ആക്ഷനെ വളരെ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തുമാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, അതായത് ഇവരുടെ അറ്റാക്കിനെക്കാട്ടിലും ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഉറ്റുനോക്കുന്നത് ഒരു വാർ എന്നുള്ളതിനെക്കാട്ടിലും എങ്ങനെയാണ് ഈ ഓയിലിനെ അത് ഇമ്പാക്ട് ചെയ്യുക. കാര്യം ഗൾഫ് റീജിയനാണ്, മിഡിൽ ഈസ്റ്റ് ആണ്, ഇവരൊക്കെ ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻസ് ആണ്. അവിടെ കൂടി തന്നെയാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറയുന്ന ഇഷ്യൂ. നമ്മൾ ഇതിനു മുമ്പേ, അതായത് ഒരാഴ്ച മുമ്പേ, ഏതാണ്ട് 7-8 ദിവസം മുമ്പേ ഉള്ള ഒരു വെള്ളിയാഴ്ച പോലും നമ്മൾ ആദ്യം തന്നെ ഈ വാർ തുടങ്ങിയപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞിരുന്നു. മൺഡേ നമ്മളത് റീഇറ്ററേറ്റ് ചെയ്തിരുന്നു എന്താണെന്നുള്ളത്. ഇന്ന് നമുക്ക് റീഇറ്ററേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോക്ക് പോയിന്റ് ആണ്. അതായത് ഗ്ലോബൽ ഓയിൽ ട്രേഡിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോക്ക് പോയിന്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ബട്ട് ഇറാൻ ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച്, അതായത് സൺഡേ മുതൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച്, സിൻസ് US ഹാസ് എൻറ്റേർഡ് ഇൻ ടു ദ ഫ്രേ, അതായത് US-ഉം കൂടെ ചേർന്ന സ്ഥിതിക്ക് ഇറാൻ ഈ കോൺഫ്ലിക്റ്റിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. ആ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആദ്യ പടി എന്ന് വെച്ച് വേണം തീർച്ചയായിട്ടും അവർ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് അവർ ബ്ലോക്ക് ചെയ്യും എന്നുള്ളൊരു ത്രെട്ട് അവർ കൊണ്ടുവരുന്നത്. അവർ ഈ ഇറാൻ പാർലമെന്റ് അംഗീകാരം തന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇനി എനിക്ക് തോന്നുന്നു ആയത്തുള്ള കൊമേനിയുടെയും ഇറാനിൻ്റെ എന്താ പറയുക നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെയും ഡിസിഷന് വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യുക എന്നുള്ള. ബട്ട് ഇതേപോലെ തന്നെ ഇറാൻ പല സന്ദർഭങ്ങളിലായി ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു അലാം റേസ് ചെയ്തിട്ടാണ് ഞങ്ങളിത് സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ എപ്പോഴും ഇതുവരെ അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവരെന്നും ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ട് ഒരു ലിവറേജ് ആയിട്ടാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ കണ്ടിരിക്കുന്നത്, ഇതുവരെ കണ്ടതും. ബട്ട് ഇപ്രാവശ്യം തിങ്സ് വിൽ ബി ഡിഫറെൻറ്റ് എന്നായിരിക്കുമോ എന്നുള്ളതാണ് ഗ്ലോബൽ എക്കണോമിയും ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സും ഉറ്റുനോക്കുന്നത്. സൈക്കോളജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ വെൻ ദേ ഗോ ഫോർ ദിസ്, അതായത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അവർ ബ്ലോക്ക് ചെയ്യാനുണ്ടെങ്കിൽ that has got nothing to do with Israel and US. It has got to do with
ദ അതർ കൺട്രീസ് എസ്പെഷ്യലി ഏഷ്യൻ കൺട്രീസ് അവരുടെ പാർട്ട്ണറായ ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇറാനിയൻ ഓയിൽ മേടിക്കുന്നത് എന്നുള്ള അതിലേക്ക് ഇവർ പോകുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സൈക്കോളജി ഇറാൻ ഈസ് റാറ്റിൽഡ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്നും ഒരു ചോക്കിംഗ് പോയിന്റ് തന്നെയായിരുന്നു. ആ ചോക്ക് പോയിന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് ആലോചിക്കാം, അതായത് ഒരു 33 കിലോമീറ്റർ വരുന്ന ഒരു സ്ട്രെയിറ്റ്, ഒരു വാട്ടർ ചാനലാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. അതായത് പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് ഒമാൻ ഗൾഫ് ഓഫ് ഒമാനിലേക്ക് പോകുന്നതിൻ്റെ അവിടെ ഒരു വളവ്, ഒരു എസ് ഷേപ്ഡ്, ഈ വളവിലുള്ള ആ ഒരു ചെറിയൊരു വാട്ടർ ചാനൽ, ആ 33 കിലോമീറ്റർ വരുന്ന ഒരു വാട്ടർ ചാനലിനാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡുകളിൽ, അതായത് അതിൻ്റെ നെയ്ബേഴ്സായിട്ട് കിടക്കുന്നത് ഒന്ന് ഇറാൻ, രണ്ടാമത് ഒമാൻ, പിന്നെ UAE. റൈറ്റ്. ഇത് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലോബൽ ഓയിൽ മൂവ്മെൻറ്റിൻ്റെ, ഷിപ്പ് മൂവ്മെൻറ്റിൻ്റെ ഏതാണ്ട് 20% മുതൽ, പല മാധ്യമങ്ങളും 20, 25, 30 എന്നൊക്കെ പറയും, ഏതാണ്ട് 20 തൊട്ട് 40% വരെ എന്നുള്ളത് നമുക്കൊരു റേഞ്ച് എടുക്കാം. 25 അല്ലെങ്കിൽ 30% ഓഫ് ഗ്ലോബൽ ഓയിലിൻ്റെ മാരിടൈം റൂട്ട് ഇതുവഴിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനകത്ത് ആരൊക്കെ ഇൻവോൾവ് ആണ്, ആരൊക്കെ ഉണ്ടാക്കുന്ന ഓയിലാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റിൻ, ഇറാഖ്, ഇറാൻ, UAE ആൻഡ് ഖത്തർ എസ്പെഷ്യലി ഗ്യാസിൻ്റെ രാജാവാണ്. ഗ്യാസിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ഒരു രാജാവായിട്ടാണ് ഖത്തർ അറിയപ്പെടുന്നത്. ബാക്കി എല്ലാവരും ക്രൂഡ് പ്രൊഡ്യൂസിങ് കൺട്രീസാണ്. ഇവരുടെയൊക്കെ ഏതാണ്ട് ഓയിൽ കംപ്ലീറ്റ് പാസ് ചെയ്യുന്നത്, ഒരു ഷിപ്പ് വഴി പാസ് ചെയ്യുന്നത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്നാണ്. ഈ 33 കിലോമീറ്റർ അതാണ് ഇപ്പോഴത്തെ ചോക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ഈ പറയുന്ന പോലെ നമുക്ക് കിട്ടിയ ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് ഒരു ദിവസം 17 മില്യൺ ബാരൽ ഓയിൽ ഇതുവഴി പാസ് ഓൺ ചെയ്യും എന്നാണ്. ഇവിടുന്ന് പോകുന്ന ഓയിലാണ് കൂടുതലും ഏഷ്യൻ കൺട്രീസിന് സെർവ് ചെയ്യുന്നത്, അതായത് ഇന്ത്യ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ. ഇത് കൂടാതെ ചൈനയും, ഇറാനിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ബയർ എന്ന് പറയുന്നത്, ഓയിൽ ബയർ എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റിനാണ് ഈ വരുന്ന പ്രോബ്ലംസ് വരുന്നത്. ബട്ട് ഈവൻ ദെൻ ഇപ്പോൾ സൗദി അറേബ്യയും UAE ഒക്കെ ആയിട്ട് എന്താ പറയുക, ഭൂമിയുടെ അടിയിൽ കൂടെ പോകുന്ന പൈപ്പ് ലൈനിൽ കൂടെയൊക്കെ ഈ ഓയിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇത്രയും എന്താ പറയുക എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ല. അതായത് നമ്മൾ ഈ മാരിടൈം കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അത്രയും എഫക്റ്റീവ്നെസ് അല്ല മറ്റുള്ള കാര്യങ്ങൾ എന്നുള്ളത്. അതായത് ഇതാണ് അതിൻ്റെ ഒരു ശരിക്കുമുള്ള ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ, അതാണ് ഇവിടെ ചോക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ ബാങ്ക്സിൽ, അതിൻ്റെ സൈഡുകളിൽ ഇറാന് അസറ്റ്സ് ഉണ്ട്, മിലിറ്ററി അസറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിനകത്ത് ഇടപെട്ട് അതുവഴിയുള്ള മൂവ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഓയിൽ മാർക്കറ്റിലുള്ള റിസ്ക്. ഇത് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ് മാർക്കറ്റ് ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് അവിടെ നിൽക്കുന്നതോടെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ US സ്ട്രൈക്ക് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള റീസൺ കൂടെ നമ്മൾ പറഞ്ഞു വരണമെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ 1979, 80 കാലഘട്ടം വരെ ശരിക്കും പറഞ്ഞാൽ ഇറാനും ഇസ്രായേലും വളരെ സ്നേഹത്തോടു കൂടി പോയിരുന്നത്. നമ്മളത് ഈ ഡിപ്ലോമാറ്റിക് ടേംസിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ, നമ്മൾ അവരുടെ റൈറ്റ് ടു എക്സിസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യും, അവരുടെ സോവറിനിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് പോകണം. ഇപ്പം നമ്മളും പാകിസ്ഥാനും തമ്മിൽ നമുക്ക് ചെറിയൊരു ബോർഡർ ഡിസ്പ്യൂട്ട് ഉണ്ട്, അല്ലെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്നും ഇന്ത്യ ഒക്യുപ്പൈഡ് കാശ്മീർ എന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശപ്പെടുന്ന ആ ലൈൻ ഓഫ് കൺട്രോളിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്തിനെ കുറിച്ച് നമുക്കൊരു ഡിബേറ്റും ഡിസ്കഷനും അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും ഉണ്ട്. അതാണ് നമ്മൾ തമ്മിലുള്ള ഒരു ഹോട്ട് സ്പോട്ട് എന്ന് പറയുന്നത്. ബട്ട് അതുകൂടാതെ നമ്മൾ ഒരിക്കലും പാകിസ്ഥാൻ്റെ എക്സിസ്റ്റൻസിനെ നമ്മൾ ചോദ്യം ചെയ്തിട്ടില്ല. പാകിസ്ഥാൻ ആകട്ടെ തിരിച്ച് ഒരു എന്താ പറയുക, ഒരു ഗ്ലോബൽ ലെവലിൽ നമ്മുടെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്തിട്ടില്ല. നമ്മൾ രണ്ടുപേരും അവരവരുടെ സോവറിനിറ്റിയെ അംഗീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. 1979, 80 കാലഘട്ടം വരെ ഇറാനും ഇസ്രായേലും അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയോ പൊളിറ്റിക്കൽ കാരണം കൊണ്ട് ഇറാൻ ശരിക്കും പറഞ്ഞാൽ 80കൾക്ക് ശേഷം ഇസ്രായേലിനോടുള്ള അപ്രോച്ച് ഭയങ്കരമായിട്ട് മാറി എന്നുള്ളതാണ്. അതായത് അവർ ഗ്ലോബലി തന്നെ അവരുടെ സ്റ്റേറ്റഡ് പൊസിഷൻ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൺട്രി എക്സിസ്റ്റ് ചെയ്യാൻ തന്നെ പാടില്ല എന്നുള്ള രീതിയിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മുതൽ ഇസ്രായേൽ അക്യൂസ് ചെയ്യുന്നത് ഇറാനെ അവിടെ വെച്ച് ഞങ്ങളുടെ രാജ്യത്തെ, അതായത് ഇസ്രായേലിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് രീതിയിൽ ഇറാൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി എന്നുള്ളതാണ്. അതായത് ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി പോലെയുള്ള സംഘടനകൾക്ക് ഫണ്ട് ചെയ്യുന്നതൊക്കെ ഇറാനാണെന്നുള്ള അലോഗേഷൻ കൊല്ലങ്ങളായിട്ട് ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് പാലസ്തീനായിട്ട് അല്ലെങ്കിൽ പാലസ്തീനിലെ ഹമാസ് ആയിട്ടാണ് പ്രശ്നം, ഇറാനായിട്ടല്ല ഞങ്ങൾ പ്രശ്നം. എന്നിട്ടും ഇറാൻ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ എക്സിസ്റ്റൻസിനെ അവർ എതിർക്കുന്നത്, ഇറാൻ ഞങ്ങൾക്കൊരു ത്രെട്ടാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഇത് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ആണെങ്കിൽ 2024 ഒരുപാട് മിസൈൽസ് ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് വെച്ചാൽ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഇറാൻ ഒരു ന്യൂക്ലിയർ
ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ത്രെട്ടാണ്. കാര്യം ഇറാൻ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന രാജ്യമാണ്, അതിന് മടിക്കാത്ത ഒരു രാഷ്ട്രമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നടപടി എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലാണ് പറയുന്നതെന്നുള്ള, അതാണ് ഈ ത്രെട്ടിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് US ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അല്ലേ, അവരാണല്ലോ ഈ ന്യൂക്ലിയർ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ഹാൻഡിൽ ചെയ്യുന്നത് ലോകരാഷ്ട്രങ്ങളുടെ. അതിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന് പറഞ്ഞൊരു ട്രീറ്റി ഉണ്ട്. ആ ട്രീറ്റി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏതാണ്ട് 190 രാജ്യങ്ങൾ ഇത് സൈൻ ചെയ്ത ഒരു ട്രീറ്റിയാണ്. ഇതെന്താ പറയുന്നത് വെച്ചാൽ ഈ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ രാജ്യങ്ങൾ എല്ലാവരും ഇപ്പോൾ ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ വേൾഡിന് ഒരുപാട് ത്രെട്ടാണ് അല്ലേ, അപ്പോൾ അതിനെ ഡിസ്കറേജ് ചെയ്യാം. 2, ഓൾറെഡി ന്യൂക്ലിയർ ഫെസിലിറ്റി ഉള്ളവർ പതുക്കെ അത് ഡിസാർം ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് 3, ന്യൂക്ലിയർ എനർജി കൂടുതലും സിവിലിയൻ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ന്യൂക്ലിയർ ഇതുണ്ടല്ലോ, ന്യൂക്ലിയർ എനർജി ഉണ്ടല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് സിവിലിയൻ പർപ്പസിന് മാത്രം യൂസ് ചെയ്യുക. ഇങ്ങനത്തെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് NPT അല്ലെങ്കിൽ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി കൊണ്ടുവന്നതെന്നാണ്. ഏതാണ്ട് 190 രാജ്യങ്ങൾ അതിൻ്റെ സിഗ്നേറ്ററി ആണ് എന്നുള്ളതാണ്. ബട്ട് അവിടെ ഇന്ത്യയും പാകിസ്ഥാനും അത് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. ന്യൂക്ലിയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉള്ള കൺട്രി ഇപ്പോൾ ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ US ഉണ്ട്, UK ഉണ്ട്, റഷ്യയുണ്ട്, ചൈനയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ഇന്ത്യയുണ്ട്, പാകിസ്ഥാനുണ്ട്, നോർത്ത് കൊറിയ ഉണ്ട്, ഇസ്രായേലുണ്ട്. ഇത്രയും രാജ്യങ്ങൾക്കാണ് ന്യൂക്ലിയർ വാർഹെഡ്സ് ഉള്ളത്. ഇതിൽ ഇന്ത്യയും പാകിസ്ഥാനും ഈ ഡീല് സൈൻ ചെയ്തിട്ടില്ല. കാര്യം ഇന്ത്യയും പാകിസ്ഥാനും പറയുന്ന ഒരേ കാര്യങ്ങളാണ്, അതായത് ഞങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ത്രെട്ടുണ്ട്, ഞങ്ങളും ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ട് ത്രെട്ടുണ്ട്. എന്നാൽ ഈ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി ഹെൽപ്പ് ചെയ്യുന്നത് വെറും 5 രാജ്യങ്ങളെയാണ്, അതായത് ചൈന, US, UK, ഫ്രാൻസ്, ഇവർക്കൊക്കെ മാത്രമേ ഇത് പ്രോസസ് ചെയ്യാനുള്ള അധികാരം, റഷ്യ, ഈ 5 രാജ്യങ്ങൾക്ക് മാത്രമേ പ്രോസസ് ചെയ്യാനുള്ള അധികാരം തരുന്നുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, യൂണിഫോം ആയിട്ടുള്ള ഒരു റോളല്ല. ഇവർക്ക് 5 പേർക്ക് മാത്രം പ്രത്യേകത കൊടുക്കുന്നു. ഞങ്ങളുടെ ത്രെട്ട് ഞങ്ങളൊക്കെ എങ്ങനെ അത് സോൾവ് ചെയ്യണം, അതായത് നമ്മൾ ന്യൂക്ലിയർ ഫെസിലിറ്റി വയ്ക്കുന്നത് ഡിറ്ററൻ്റ് ആയിട്ടാണ്, അതായത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ന്യൂക്ലിയർ ആർസനൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെച്ച് നമ്മൾ അതൊരു എന്താ പറയുക ഒരു കോംപ്രമൈസിലേക്ക് എത്തും. അപ്പോൾ ഡിറ്ററൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്ത്. ഈ 5 രാജ്യങ്ങൾക്ക് മാത്രം പ്രത്യേകത വരുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സൈൻ ചെയ്യുന്നില്ല എന്നുള്ള കാരണമാണ് ഇന്ത്യയും പാകിസ്ഥാനും പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലും അതേ കാര്യങ്ങൾ പറഞ്ഞാണ് ഈ NPT സൈൻ ചെയ്യാത്തത്. ഇസ്രായേലും പറയുന്നത് ഞങ്ങളുടെ ചുറ്റും ഈ പറയുന്ന ആൾക്കാർ പലരും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അപ്പം ഞങ്ങൾ ഇത് സൈൻ ചെയ്തത് ഞങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റില്ല, ഞങ്ങളുടെ എക്സിസ്റ്റൻസ് തന്നെ ത്രെട്ടിലാവും എന്നുള്ള. നോർത്ത് കൊറിയ ആദ്യ കാലത്തൊക്കെ ഇത് സൈൻ ചെയ്തിരുന്നു, പക്ഷേ അവിടെ നിന്ന് അത് മാറി അതൊക്കെ ഉപേക്ഷിച്ച് അവർ സ്വന്തമായിട്ട് നിർമ്മിച്ച് ഞങ്ങൾ സൈൻ ചെയ്യണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള രാഷ്ട്രങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ US, റഷ്യ, UK, ഫ്രാൻസ്, ചൈന, ഇത് എന്താ പറയുക അവർക്ക് മാത്രം പൊസസ് ചെയ്യാന്നുള്ള കാര്യമാണ് എന്നുള്ളതാണ് ലോകം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സിഗ്നേറ്ററി ആണ്. ഇറാൻ ഇത് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇറാൻ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി എടുത്തും യുണൈറ്റഡ് നേഷൻസും മറ്റുള്ള രാജ്യങ്ങളെടുത്തും അവരുടെ സ്റ്റേറ്റഡ് പൊസിഷൻ എന്താ വെച്ചാൽ ഞങ്ങൾ ന്യൂക്ലിയർ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ബട്ട് ഞങ്ങൾ അത് ഒരു വാറിനോ വെപ്പണിനോ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഡൊമസ്റ്റിക് സിവിലിയൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അതായത് ന്യൂക്ലിയർ എനർജിക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ ഇലക്ട്രിസിറ്റി പവർ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ബട്ട് അടുത്ത കാലത്ത് നമ്മൾ പറയുന്നത് വെച്ചാൽ സാധാരണ ഈ NPT ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ ഈ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഉണ്ടല്ലോ, IAEA, ഇവരുടെ ഒരു ഓഡിറ്റ് എപ്പോഴും തന്നെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ 2019 മുതലാണ് ഇവർ കൂടുതലായിട്ട് ഇത് ബിൽഡ് ചെയ്തതെന്നാണ് ഇറാൻ അഗെയിൻസ്റ്റുള്ള അലിഗേഷൻ. ബട്ട് 2010 ശേഷം തന്നെ ഈ ലോകരാഷ്ട്രങ്ങളൊക്കെ പറയുന്നത് വെച്ചാൽ ഇറാൻ IAEAക്ക് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഫുൾ സൈറ്റ്സ്, അതായത് അവരൊക്കെ ന്യൂക്ലിയർ അസറ്റ്സ് ഉണ്ടോ എല്ലാം ഇവർ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ചില സ്ഥലങ്ങളിൽ മാത്രം ഒരു ഓഡിറ്റ് കാണിച്ച് രക്ഷപ്പെടുന്നതാണ് പദവി എന്നുള്ളത്. അപ്പോൾ സ്ഥിരം പതിവ് എന്ന് പറയുന്നത് അതാണ്, ഇവർ കുറേ സാധനങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ ഈ പറയുന്ന പോലെ അവർ അത് മാത്രമല്ല 2 കാരണങ്ങളാണ്. ഒന്ന്, ഇവർ ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. 2, നമ്മൾ ഇതിനു മുമ്പേയും പറഞ്ഞു, അതായത് യുറേനിയം ആണല്ലോ ഈ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ, അതിൻ്റെ ഒരു എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പവർ ജനറേഷനൊക്കെ യുറേനിയത്തിൻ്റെ പ്യൂരിറ്റി ഒരു 3 to 5% മതി. ഓക്കെ, നമ്മളത് 90% കൊണ്ടുപോകണം. എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, യുറേനിയത്തിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള എലമെന്റ്സിനെ എടുത്ത് മാറ്റുമ്പോൾ യുറേനിയം കൂടുതൽ പ്യൂർ ആവും. അതിന്റെ പ്യൂരിറ്റി 3 to 5% മതി നമ്മളൊരു പവർ ജനറേഷൻ ആണെങ്കിൽ. ബട്ട് അത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ന്യൂക്ലിയർ ആമിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് 90%ഓളം പ്യൂരിറ്റി വേണം. ഇറാനിൻ്റെ പല ഫെസിലിറ്റികളും 3 to 5% നിന്നില്ല, ഏതാണ്ട് 60% വരെ എൻറിച്ച്മെന്റിലേക്ക് പോയി എന്നാണ് ലോകം
അക്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 90% എത്തിയിട്ടില്ല, 60% ആയി. ബട്ട് 60% എന്തുകൊണ്ട് എത്തുന്നു? 90% എത്താൻ വേണ്ടിയിട്ടുള്ള ഇറാനിൻ്റെ യാത്രയാണെന്നാണ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി അതിനെ ബ്രാൻഡ് ചെയ്യുന്നത്. അതിനെ പ്രത്യേകിച്ച് ഇറാനിന് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ പ്രഷർ ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് സാങ്ഷൻസ് ഒക്കെ വെച്ചാണ് മുന്നോട്ട് പോയത്. എനിക്ക് തോന്നുന്നു 2015 ഈ പറയുന്ന പോലെ ഇറാൻ ഒരു ട്രീറ്റി സൈൻ ചെയ്തു. അതായത് ഞങ്ങൾ ഇവിടെ വെച്ച് ഇത് കുറയ്ക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് സൈൻ ചെയ്തിരുന്നു. അതോടെ US സാങ്ഷൻസ് പിൻവലിച്ചു. എനിക്ക് തോന്നുന്നു 2018 19 ട്രംപ് ആദ്യ ടൈമായിട്ട് US പ്രസിഡന്റ് ആയപ്പോൾ തിരിച്ച് ഈ പറയുന്ന പോലെ ആ സമയത്ത് സാങ്ഷൻസ് തിരിച്ചു കൊണ്ടുവന്നു. ഇറാൻ ആ ട്രീറ്റിക്ക് വെളിയിലായി. അന്ന് മുതൽ തന്നെ 2019 ഇവരുടെ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂട്ടി, എൻറിച്ച്മെന്റിലേക്ക് കൂട്ടി. ഇത് ഇസ്രായേലിന് ഒരു ത്രെട്ടായിട്ട് മാറുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള സൈഡിൽ ഇറാൻ്റെ സൈഡിൽ നിൽക്കാനോ ഇസ്രായേലിൻ്റെ സൈഡിൽ നിൽക്കാനോ USൻ്റെ സൈഡിൽ നിൽക്കാനോ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡേ നമുക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ആണ്. ഒന്നാമത് ഇന്ത്യയെ സംബന്ധിച്ച് 2 പ്രോബ്ലമാണ്. ഒന്നെന്ന് പറയുന്നത് ഓയിലൊക്കെ, രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം, നമ്മൾ എന്നും ഇന്ത്യ ഒരു പീസ്ഫുൾ കൺട്രിയാണ്. നമ്മൾ എന്നും ഒരു എന്താ പറയുക, ഒരു യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഗ്ലോബൽ കോൺഫ്ലിക്ട്സ് അവസാനിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ വലിയൊരു ആവശ്യം തന്നെയാണ്. അതായത് ഗ്ലോബൽ എക്കണോമിയുടെയും ഗ്ലോബൽ പോപ്പുലേഷൻ്റെ സിവിലൈസേഷൻ്റെ ഒരു അത്യാവശ്യമായിട്ട് പറയുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഓഫ് കോഴ്സ് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ 90% ഓഫ് ക്രൂഡ് റിക്വയർമെൻറ്റ്സും നമ്മൾ ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മുടെ എക്കണോമിക്കും നമ്മുടെ ബിസിനസ്സിനും നമ്മുടെ കോർപ്പറേഷൻസിനും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ്സും ഓയിലും തന്നെയാണ്. ഓയിലിന് വില കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഭയങ്കരമായിട്ട് ബലൂൺ ചെയ്യും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഓയിൽ പ്രൈസസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെട്രോളും ഡീസലും കൂട്ടേണ്ടി വരും. കൂട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ ആവശ്യ സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ വില കൂടും. അപ്പോൾ സാധാരണക്കാരിലേക്ക് ജനങ്ങളിലേക്ക് നമ്മുടെ ഒരു പ്രോഡക്റ്റോ സർവീസോ എത്തുമ്പോൾ അതിനൊരു വില കൂടും. അങ്ങനെ ഇൻഫ്ലേഷൻ കയറും. ഇൻഫ്ലേഷൻ കയറുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടേണ്ടി വരും. കൂട്ടേണ്ടി വരുമ്പോൾ ഈ പറയുന്ന പോലെ കമ്പനീസിൻ്റെ പ്രോഫിറ്റ് മാർജിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. കാര്യം ഒരുപാട് സെക്ടേഴ്സിന് ക്രൂഡ് എന്ന് പറയുന്നത് ഒരു റോ മെറ്റീരിയലായി വരുന്നു എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ US ഡോളേഴ്സ് സ്ട്രെങ്തൻ ചെയ്യും, ഇന്ത്യൻ റുപ്പി വീക്കെൻഡ് ആവും. ഇങ്ങനത്തെ കാസ്കേഡിങ് എഫക്റ്റ് ഒരുപാട് ഇന്ത്യൻ എക്കണോമിയിലേക്ക് വരും എന്നുള്ളത് ഇതൊരു നെഗറ്റീവായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. ബട്ട് ഈവൻ നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യം, നമ്മുടെ ഒരു ഓയിൽ മിനിസ്റ്റർ ആയിട്ടുള്ള ഹർദീപ് സിംഗ് പുരി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ റിസർവ്സ് ഉണ്ട് എന്നാണ് നമുക്ക് പറയുന്നത്. ഇൻവെന്ററി ഉണ്ട്, റിസർവ്സ് ഉണ്ട്, നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ടുള്ള നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒന്നാമത്തെ കാര്യം. മറ്റുള്ള പ്രധാനപ്പെട്ട പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ട്രേഡ് പാക്ട് വന്നു. അതായത് നമ്മൾ വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് മാത്രമല്ല നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതുകൂടാതെ തന്നെ റഷ്യൻ ഓയിലിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. US ആയിട്ട് ഇപ്പോൾ നമ്മൾ ഓയിലിന് ഡിപ്പെൻഡബിൾ ആണ്. പിന്നെ ആഫ്രിക്കൻ കൺട്രീസ്, പിന്നെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. അപ്പം നമ്മൾ ഹെഡ്ജ്ഡ് പൊസിഷനാണ്, നമുക്ക് അതിനകത്ത് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പ്രോബ്ലം വരുന്നത് LPGയുടെ കേസിലാണ്. മനസ്സിലാക്കിയെടുത്തോളം സോഴ്സസ് പറയുന്നത് നമ്മുടെ LPG സ്റ്റോക്ക് അല്ലെങ്കിൽ റിസർവ്സ് പറഞ്ഞാൽ 16 ദിവസത്തേക്കേ ഉള്ളൂ. നമ്മുടെ ഹൗസ് ഹോൾഡിൽ എത്തുന്ന 3 ഗ്യാസ് സിലിണ്ടേഴ്സിൽ 2 വെസ്റ്റ് ഏഷ്യയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്ഥലത്തു നിന്ന് തന്നെയാണെന്നുള്ളതാണ്. അവിടെയാണ് ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞ ഒരു പ്രോബ്ലം പറ്റാൻ പോകുന്നത്. ക്രൂഡിൻ്റെ കാര്യത്തിൽ വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. നമുക്കിവിടെ കയറി കഴിഞ്ഞാലും അടുത്ത കാലത്തൊന്നും ക്രൂഡിൻ്റെ വില കൂട്ടേണ്ട ആവശ്യം വരില്ല, ആസ് ലോങ് ആസ് നമുക്ക് റിസർവ്സ് എന്നുള്ളത്. ബട്ട് മറ്റുള്ള കാര്യത്തിൽ ഈ പറയുന്ന പോലെ നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് LPG. അത് എങ്ങനെയാണ് നമുക്കത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഇന്ത്യൻ എന്താ പറയുക, ഒരു ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു പറയുക നെഗോസിയേഷൻ കേപ്പബിലിറ്റിയും ഒക്കെ ഇരിക്കും. അതുമാത്രമല്ല, ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഇന്ന് രാവിലെ കിട്ടുന്നത് UN സെക്യൂരിറ്റി കൗൺസിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇറാനെ അപലപിക്കുന്നുണ്ട്. USന്റെ സ്ട്രൈക്കിനെയും ഈ പറഞ്ഞ പോലെ വേണ്ട രീതിയിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ ഇത് വരുന്നില്ല. ഇത് എത്രയും പെട്ടെന്ന് ഈ ഒരു എസ്കലേഷൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന്, ഗ്ലോബൽ പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടി വയ്ക്കും. ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത് അവിടെ ഒരു റെസ്ട്രിക്ഷൻസ്, അതായത് അത് ബ്ലോക്ക് ചെയ്യാന്ന് ഇറാൻ പറയുന്നത്, ഞാൻ വ്യക്തിപരമായിട്ട് ഇതിനകത്ത് പോസിറ്റിവിറ്റി ഇല്ല, നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ ചുറ്റും. ഇത് പറയുന്നതിൽ എനിക്ക് സന്തോഷമില്ല. ബട്ട് അവിടെ ഒരു സിൽവർ ലൈനിങ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാര്യം വെച്ചാൽ ഇറാൻ ഈസ് പ്രഷറൈസ്ഡ്. അതായത് ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഒരുപാട് രാജ്യങ്ങൾ ഇതിലേക്ക് ഇടപെടും. അതായത് ഇറാൻ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു ഓണറബിൾ ആയിട്ടുള്ള എക്സിറ്റ് എങ്ങനെയാണ്, അതായത് അവരുടെ ജനങ്ങൾക്ക് മോശമാവാതെ അല്ലെങ്കിൽ അവരുടെ റെജീമിന് മോശമാവാതെ എങ്ങനെ ഈ യുദ്ധത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്യാമെന്നായിരിക്കാം ചിലപ്പോൾ അന്വേഷിക്കുന്നത്. ഞാൻ ചിലപ്പോൾ തെറ്റാവാം. കാര്യം വെച്ചാൽ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഏഷ്യൻ കൺട്രിയായ ചൈനയാണ്. കാര്യം ചൈനയാണ് ലാർജസ്റ്റ് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ബയർ ഓഫ് ഓയിൽ ഫ്രം ഇറാൻ എന്നുള്ളത്. അപ്പം
ചൈനയുടെ ഒരു സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇറാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ചൈനയും റഷ്യയും US-ന്റെ അറ്റാക്കിനെ അപലപിച്ചിട്ടുണ്ടെങ്കിൽ പോലും മിലിറ്ററി പരമായിട്ട് സഹായിക്കാം എന്നുള്ളൊരു വാക്കും കൊടുത്തിട്ടില്ല. അതിൻ്റെ കൂടെ സ്ട്രൈറ്റ് ഓഫ് ഹോർമസും കൂടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈനയിലേക്കുള്ള സപ്ലൈ കുറയും എന്നുള്ളതാണ്. ചൈന ഒരു കാര്യത്തിൽ മാത്രമേ ചൈന പുറകിലോട്ടുള്ളൂ, അത് ഓയിലാണ്, ക്രൂഡാണെന്നുള്ള കാര്യം പറഞ്ഞു വയ്ക്കണം. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചൈനയ്ക്ക് ആവശ്യത്തിന് റിസർവ്സ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ റിസർവ് ചെയ്യാനൊക്കെ മിടുക്കരാണ്. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ചൈനീസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഈവൻ ദെൻ ചൈനയ്ക്ക് അത് വേണ്ട രീതിയിൽ റിവർബറേറ്റ് ചെയ്യില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ടും അല്ലെങ്കിൽ ഒരു എമ്പതി ഇറാന് നഷ്ടപ്പെടാം. നമുക്കറിയാം അറബ് രാജ്യങ്ങളായ ഓൾമോസ്റ്റ് ഓൾ രാജ്യങ്ങൾ, സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ, ഇറാഖ്, ഒമാൻ, ഇവരുടെയൊക്കെ ഈ പറയുന്ന പോലെ ഒരു എമ്പതി ഇറാന് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഇറാൻ ഐസൊലേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ഇത് ബാക്ക് ഫയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് കാണുന്നു. മേ ബി ഇറാൻ ഇത് പ്രസ് ചെയ്യുന്നത് ഒരു റെസൊല്യൂഷന് വേണ്ടിയിട്ടായിരിക്കാം, ഇൻഡയറക്ട്ലി. അതിനി എങ്ങനെ നടക്കും എന്നായിരിക്കും വാച്ച് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് നമുക്ക് ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ലൈവ് അപ്ഡേറ്റ്സ് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരുന്ന നമുക്ക് സംസാരിക്കേണ്ട കാര്യം, എങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഈ പറയുന്ന പോലെ ഈ സമയങ്ങളെ ടൈഡ് ഓവർ ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതൊന്നും നമ്മുടെ കൺട്രോളിൽ ഇരിക്കുന്ന കാര്യമില്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്തതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആരും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. നമ്മൾ ഒരാഴ്ചയായിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതൊരു ക്ലീഷേ തന്നെയാണ്. നമ്മളിത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ച നമ്മൾ സംസാരിച്ചു തുടങ്ങി, തിങ്കളാഴ്ച നമ്മൾ റിപ്പീറ്റ് ചെയ്തു, ഇന്നും നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് ഇതിൻ്റെ ഒരു കഷ്ടകാലം എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സ്പെക്റ്റഡ് ലൈൻസിൽ, അതായത് നമ്മൾ എങ്ങനെയാണോ ആ സ്ക്രിപ്റ്റ് രചിച്ചിരിക്കുന്നത് അതേപോലെ പ്ലേ ബുക്ക് അങ്ങനെ തന്നെ പോയിരിക്കണോ എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഫിയർ ചെയ്തത്. അവസാനം ദ ഇനവിറ്റബിൾ ഹാസ് ഹാപ്പൻ. നമ്മൾ എന്താണോ ഫിയർ ചെയ്തത് അത് തന്നെ നടന്നു എന്നുള്ള. അപ്പം നമ്മൾ എപ്പോഴും പറയുമല്ലോ, ദ ഫിയർ ഓഫ് ഡെത്ത് ഈസ് ഡ്രെഡ്ഫുൾ ദാൻ ദ ഡെത്ത് ഇറ്റ് സെൽഫ്. അതായത് മരണം എന്നുള്ള ഒരു പേടിയാണ് ശരിക്കും പറഞ്ഞാൽ മരണത്തിനേക്കാട്ടിലും ശരിക്കും പറഞ്ഞാൽ ഭയാനകമാകുന്നതെന്നുള്ള. ഇപ്പം അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് എങ്ങനെയാണ് ഒരു റെസൊല്യൂഷൻ വരുന്നതെന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്, ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ഇത് വാച്ച് ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റിലെ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും എങ്ങനെ ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷന് പൊസിഷൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇനി സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ലൈവ് അപ്ഡേറ്റ് കഴിഞ്ഞ് നമുക്ക് കൂടുതലും സംസാരിക്കേണ്ട പോയിന്റ്. ജാസ്മിൻ, യെസ്, ഏതായാലും നമുക്ക് ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അതിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിൽ റെഡിയാണ്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും ഇന്ന് ഒരു എക്സ്പെക്ട് ചെയ്തിരുന്ന പോലെ തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. 1% കൂടുതൽ ഒരു വീഴ്ചയിലേക്ക് നിഫ്റ്റി 50 കടന്നിരിക്കുന്നു. 24,852 എന്നുള്ള ഒരു നിലയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് 250-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവാണ് നമുക്ക് ഫസ്റ്റ് ഒരു ആദ്യ മിനിറ്റിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലെല്ലാം തന്നെ ആ ഒരു ഇടിവ് പ്രകടമായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്ന് മറ്റ് ഡീറ്റെയിൽസ് പറയാനുള്ളത്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിലേക്കുള്ളൊരു ഇടിവ് തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിലവിൽ 270 ബേസിസ് പോയിന്റുകളോളം ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവിലേക്ക് നിഫ്റ്റി 50 സൂചിക ഇപ്പോൾ കടന്നിരിക്കുന്നു. നിലവിൽ 24,852 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി 50യിൽ ട്രേഡ് ചെയ്യുമ്പോൾ BSE സെൻസെക്സിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1%-ഓളമുള്ളൊരു ഇടിവ് BSE സെൻസെക്സിലും ഉണ്ടാകുന്നു. 81,609 എന്ന് പറഞ്ഞൊരു നിരക്കിൽ BSE സെൻസെക്സിലും ട്രേഡ് ചെയ്യുന്നു. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ നിഫ്റ്റി 50യിൽ നിന്ന് 4 കമ്പനികൾ മാത്രം അഡ്വാൻസ് ആയി ട്രേഡ് ചെയ്തുകൊണ്ട് 46 കമ്പനികൾ ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ BSE സെൻസെക്സിലും 2 കമ്പനികൾ മാത്രമാണ് നേട്ടത്തിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം 0.25%-ഓളമുള്ളൊരു ഇടിവ് നിഫ്റ്റി ബാങ്കിങ് സൂചികയും കാഴ്ചവെക്കുന്നു. ഏകദേശം 400 ബേസിസ് പോയിന്റുകളുടെ ഒരു നഷ്ടത്തോടു കൂടി 55,844 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ നിന്ന് നിലവിൽ ഒരു ബാങ്കിങ് ഓഹരി മാത്രം നേട്ടത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ 12 കമ്പനികളുള്ള സൂചികയിൽ 11 കമ്പനികളും ഇടിവിലേക്ക് പോയിക്കൊണ്ട് ഒരു ബയേഴ്സിന് ഒരു കംപ്ലീറ്റ്ലി ഡോമിനൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് സിനാരിയോ ആണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ തന്നെ നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ടോപ്പ് ഗെയിനറായിട്ട് കാണാൻ സാധിക്കുന്ന നിലവിലിപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഓഹരികളാണ്. ഏകദേശം 1.5% ഒരു നേട്ടത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് ഓഹരികളിൽ ട്രേഡ് ചെയ്യുമ്പോൾ നെസ്ലെ ഇന്ത്യ ഏകദേശം 0.5%-ഓളമുള്ളൊരു നേട്ടവും ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഓഹരികളും ട്രെൻഡിൻ്റെ ഓഹരികളും 0.5% മുകളിലുള്ളൊരു പെർഫോമൻസും നിലവിൽ കാഴ്ചവെക്കുന്നു. ഇടിവ് പരിശോധിക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസിൻ്റെയും മറ്റുമൊക്കെ ഓഹരികൾ ഏകദേശം 2.5%-ഓളമുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ IT കമ്പനിയായിട്ടുള്ള ഇൻഫോസിസിൻ്റെ ഓഹരികളും നിലവിൽ 2.25% മുകളിലേക്കുള്ളൊരു ഇടിവിലേക്ക് പതിച്ചിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഓഹരികൾ 2%-ഓളം, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓഹരികൾ 1.5% മുകളിലും, ഹീറോ മോട്ടോകോപ്പിൻ്റെ ഓഹരികളാണെങ്കിലും 1.25% ഒരു ഇടിവ് നിഫ്റ്റി 50 സൂചികയിൽ നിന്ന് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി ബാങ്കിലെ കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലൊരു ടോപ്പ് ഗെയിനറായിട്ട് കാണാൻ സാധിക്കുന്നത് AU സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. എങ്കിലും ഓഹരിയിലെ ഒരു നേട്ടം പരിശോധിക്കുകയാണെങ്കിൽ വളരെ മാർജിനലായിരിക്കുന്ന ഒരു നേട്ടം മാത്രമാണ് AU സ്മോൾ ഫിനാൻസ് ബാങ്കിലും കാഴ്ച
കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. മറ്റ് ബാങ്കിങ് ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെയും മറ്റും ഓഹരികൾ 1% മുകളിലേക്കുള്ള ഒരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. 1% മുകളിലുള്ള ഒരു ഇടിവിൽ ആക്സിസ് ബാങ്ക് നിൽക്കുമ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഓഹരികളിലും 0.25% മുകളിലുള്ളൊരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ICICI ബാങ്കും ഇതേ തോതിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ബാങ്കിങ് ഭീമനായിട്ടുള്ള HDFC ബാങ്കിൻ്റെ ഓഹരികൾക്കും നിലവിൽ ഏകദേശം 1% ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്കുള്ളൊരു ഇടിവിലേക്ക് പോകേണ്ടി വരുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്കിലും 0.5% മുകളിലുള്ളൊരു ഇടിവ്, ബാങ്ക് ഓഫ് ബറോഡയും 0.5% മുകളിലുള്ളൊരു ഇടിവ് പ്രകടിപ്പിക്കുന്നു. അങ്ങനെ പോസിറ്റീവായിട്ട് നിലവിൽ കാണാൻ ഒന്നുമില്ലാത്ത ഒരു രീതിയിലാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിലും ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ജാസ്മിൻ, ഒരു നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് ആകെ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി മീഡിയയാണ്. ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം നിഫ്റ്റി മീഡിയ കാഴ്ചവെക്കുമ്പോൾ ബാക്കി സൂചികകളൊക്കെ തന്നെ വലിയ തോതിലുള്ളൊരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. ഇതിൽ തന്നെ നിഫ്റ്റി ഓട്ടോ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.25% ചേർന്ന് നിൽക്കുന്ന രീതിയിലും നിഫ്റ്റി IT സൂചിക 1.25% ഒരു ഇടിവിലേക്കും പതിച്ചിരിക്കുന്നു. കൂടാതെ മറ്റ് ഓഹരികളായിട്ടുള്ള നിഫ്റ്റി PSU ബാങ്ക് ആണെങ്കിലും നിഫ്റ്റി ഫാർമയാണെങ്കിലും ഒക്കെ 0.5%, മുകളിലുള്ളൊരു ഇടിവുമാണ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ മികച്ച മൂവ്മെൻറ്റ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി മീഡിയ അടുത്തതായി പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം കാഴ്ചവെച്ചുകൊണ്ട് 1693 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി മീഡിയയെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഓഹരികളുടെ ഒരു പെർഫോമൻസിൽ സരിഗമ സി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഓഹരികൾ വളരെ മികച്ച രീതിയിലുള്ളൊരു ട്രേഡിംഗ് കാഴ്ചവെക്കുന്നു. സി എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഓഹരികൾ ഏകദേശം 4.5% ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ സരിഗമയുടെ ഓഹരികൾക്ക് നിലവിൽ 3.25% ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. എങ്കിൽ കൂടിയും സൺ TV നെറ്റ്വർക്സിൻ്റെയും മറ്റുമൊക്കെ ഓഹരികളും മറ്റുമൊക്കെ ഒരു ഇടിവിലാണ്. സൺ TV നെറ്റ്വർക്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല രീതിയിലുമുള്ള പ്രശ്നങ്ങളും മറ്റുമൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഏകദേശം 1.25% മുകളിലുള്ളൊരു ഇടിവ് സൺ TV നെറ്റ്വർക്സ് രേഖപ്പെടുത്തുമ്പോൾ നെറ്റ്വർക്ക് 18 ഓഹരികളും ഏകദേശം 0.25% ഒരു ഇടിവും ഹാത്വേ കേബിൾസ് ഓഹരികളും ഇതേ തോതിലുള്ളൊരു ഇടിവും നിലവിൽ ഇപ്പോൾ മാർക്കറ്റിൽ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു മണിക്കൂറിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൂചിക നിഫ്റ്റി IT സൂചികയാണ്. ഏകദേശം 1.25% ഇടിവോടുകൂടി 38,315 എന്ന് പറഞ്ഞ നിരക്കിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി IT സൂചികയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ എല്ലാ ഓഹരികളും ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. ഇൻഫോസിസിൻ്റെ ഓഹരികൾ നിലവിൽ 2.25% ഒരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ HCL ടെക് വിപ്രോ ഓഹരികളിൽ നിലവിൽ 1.5% മുകളിലുള്ളൊരു ഇടിവും ടാറ്റ കൺസൾട്ടൻസിയുടെ ഓഹരികൾ 1.25% മുകളിലേക്കുള്ളൊരു ഇടിവിലേക്കും കടക്കുമ്പോൾ എംഫസിസിൻ്റെ ഓഹരികൾക്കും 1.5% ഒരു ഇടിവ് നേരിടേണ്ടതായി വരുന്നു. അങ്ങനെ ആകെ മൊത്തം വളരെ ഒരു ബെയറിഷ് സെന്റിമെന്റ് തന്നെയാണ് നിഫ്റ്റി IT സൂചികയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് തന്നെയാണ് സൂചികയ്ക്ക് നേരിടേണ്ടതായിട്ടും വന്നിരിക്കുന്നത്. നിഫ്റ്റി IT മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി ഓട്ടോയാണ് ഇടിവ് നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു സൂചിക. ഏകദേശം 1.25% ഒരു ഇടിവ് നേരിടുന്ന നിഫ്റ്റി ഓട്ടോയിൽ നിലവിൽ 23,386 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഓഹരികളുടെ ഒരു പെർഫോമൻസിലേക്ക് കടക്കുകയാണെങ്കിൽ MRF ഓഹരികൾ 0.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുന്നത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഓഹരികളും ഇടിവ് രേഖപ്പെടുത്തുന്നു. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 1.25%, സംവേദന ആൻഡ് മദേഴ്സൺ ഇന്റർനാഷണൽ ഓഹരികൾ ഏകദേശം 2.25% ഒരു വലിയൊരു ഇടിവിലേക്കും കടന്നിരിക്കുന്നു. TVS മോട്ടോകോപ്പ് 1.5%, ബജാജ് ഓട്ടോ ഓഹരികൾ 1.5%, ഹീറോ മോട്ടോകോപ്പിൻ്റെ ഓഹരികൾ 1.25% ഇടിവും രേഖപ്പെടുത്തുമ്പോൾ ബോഷിൻ്റെ ഓഹരികളിലും 2% മുകളിലേക്കുള്ള ഒരു ഇടിവാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ജാസ്മിൻ, അടുത്തതായി പങ്കുവയ്ക്കാനായിട്ടുള്ളത് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ്. നിലവിൽ ഭാരതി എയർടെലിന് ജെഫ്രീസ് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുകയാണ്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 2,350 രൂപയാണ്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 1928 എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് ഭാരതി എയർടെലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനിയിൽ നിലവിൽ 4 കാര്യങ്ങളാണ് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ ജെഫ്രീസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മികച്ച രീതിയിലുള്ള ഒരു കൺസംഷനും സബ്സ്ക്രിപ്ഷനും മറ്റുമൊക്കെ ഭാരതി എയർടെലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഫലമായിട്ട് ഏകദേശം മിഡ് ടീൻ ഗ്രോത്ത്, അതായത് ഒരു 14, 15, 16% ഒരു റവന്യൂ ഗ്രോത്ത് കമ്പനിക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. കൂടാതെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചിലവുകളും മറ്റുമൊക്കെ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് ജെഫ്രീസ് ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ കമ്പനിയിൽ ഒരു റീറേറ്റിങ്ങിനും മറ്റുമൊക്കെയുള്ള ഒരു സ്കോപ്പ് നിലവിൽ ഇപ്പോൾ ജെഫ്രീസ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു 4 റീസൺസ് ആണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റാഷണൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പോൾ ജെഫ്രീസ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊരു ബ്രോക്കറേജ് റിപ്പോർട്ടായിട്ട്
പരിചയപ്പെടുത്താനായിട്ടുള്ളത്. പോളിക്യാബിനും ജെഫ്രീസ് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുകയാണ്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 7150 രൂപയാണ് നിലവിൽ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറയുന്നത്. പോളിക്യാബിൻ്റെ ഓഹരിയിൽ നിലവിൽ 6128 എന്ന് പറയുന്ന ഒരു നിരക്കിലാണ് ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ച ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടിൻ്റെ ഫലത്തിൽ ഏകദേശം 2% മുകളിലുള്ളൊരു നേട്ടം പോളിക്യാബിൻ്റെ ഓഹരിയും ഇപ്പോൾ പ്രകടമാക്കുന്നു. ജെഫ്രീസ് പോളിക്യാബിൽ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രോണിക് ഗുഡ്സ് സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെ കമ്പനിയുടെ സെയിൽസ് ഏകദേശം ഒരു 10% വളർച്ച കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം നിലവിൽ പോളിക്യാബിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ജെഫ്രീസ് ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുകയാണ്. ഒരു 10 ക്വാർട്ടറുകളിലെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു സെയിൽസിലെത്താൻ കമ്പനിക്ക് സാധിക്കും. നിലവിൽ 2025-28 ഒരു EPS CAGR ആയിട്ട് നിലവിൽ ഇപ്പോൾ ജെഫ്രീസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഏകദേശം 26% ഒരു വളർച്ച കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പോളിക്യാബിന് സാധിക്കും എന്നാണ്. കൂടാതെ മികച്ച രീതിയിലുള്ളൊരു ഓർഡർ ബുക്ക് കമ്പനിക്കുണ്ട് എന്നുള്ളതും പോളിക്യാബിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ മികച്ച രീതിയിൽ മാർജിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രോണിക് ഗുഡ് സെഗ്മെൻറ്റിൽ സാധിക്കുന്നതും പോളിക്യാബിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിലവിൽ ഇപ്പോൾ ജെഫ്രീസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇന്നത്തെ ഈ ഇടിവ് നേരിടുന്ന ദിവസത്തിലെ ബ്രോഡർ മാർക്കറ്റ്സിൻ്റെ ഒരു പെർഫോമൻസിലേക്കും കടക്കുകയാണെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5% ഒരു ഇടിവുണ്ടാകുമ്പോൾ നിഫ്റ്റി 100 ഏകദേശം 1%, നിഫ്റ്റി 200, നിഫ്റ്റി 500 സൂചികൾ ഏകദേശം 0.25%, മുകളിലും ഉള്ള ഒരു ഇടിവാണ് ഇപ്പോൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. മിഡ് ക്യാപ്പുകളിലേക്കും മറ്റുമൊക്കെ കടക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലുള്ളൊരു ഇടിവ് നിലവിൽ കാണാൻ സാധിക്കുന്നില്ല. ബ്രോഡർ മാർക്കറ്റിന് തന്നെയാണ് നിലവിൽ മെയിൻ ലൈൻ ഇൻഡെക്സുകൾക്ക് തന്നെയാണ് നിലവിൽ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളെക്കാളും സമ്മർദ്ദം നേരിടുന്നത് എന്നൊരു കാഴ്ച കൂടിയാണ് നിലവിൽ ഇപ്പോൾ മാർക്കറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ നിഫ്റ്റി 50യിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 260 ബേസിസ് പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടി 24,848 എന്ന് പറയുന്ന ഒരു നിരക്കിൽ നിഫ്റ്റി 50യും നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ 0.25% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 55,822 എന്ന് പറയുന്ന ഒരു നിരക്കിൽ നിഫ്റ്റി ബാങ്കും ഇപ്പോൾ പൊസിഷൻ ചെയ്തിരിക്കുന്നു. ജാസ്മിൻ, ഇവയൊക്കെയാണ് നമുക്ക് പ്രധാനമായ മാർക്കറ്റ് അപ്ഡേറ്റുകളായിട്ട് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഓക്കെ, നിഖിലാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ്സ് തന്നത്. സർ, നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ഇടിവിലാണ്, പല സെക്ടേഴ്സും ഒരു ഡൗണിലേക്ക് പോയിരിക്കുന്നു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എസ്കലേറ്റ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്തായിരിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യനിങ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിൽ എല്ലാവരുടെയും ഈ ഒരു എപ്പിസോഡ് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകും. എന്ത് രീതിയിലുള്ള ഒരു സ്റ്റാൻസ് ആണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിക്ഷേപകർ സ്വീകരിക്കേണ്ടത്? ജാസ്മിൻ, ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വന്നതാണ്. പക്ഷേ എനിക്കൊരു കിട്ടിയിരിക്കുന്ന മെസ്സേജ് നമ്മുടെ പ്രേക്ഷകരിൽ ഒരാൾ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്, ഇത് എവിടെയാണ് ഈ വാറിൻ്റെ അവസാനം, എവിടെയാണ് ഒരു സിൽവർ ലൈനിങ് എന്നുള്ളത്. പക്ഷെ അതൊരു കാര്യം തന്നെ ശരിയാട്ടോ, ഇത് എവിടെ അവസാനിക്കും? കാര്യം ഇപ്പോൾ US ഇടപെട്ടു, എവിടെ വെച്ച് ഇത് അവസാനിക്കും? നമ്മൾ ഇപ്പോൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ US പറയുന്നത് US-ന്റെ സ്ട്രൈക്കോട് കൂടി എല്ലാ ന്യൂക്ലിയർ ഫെസിലിറ്റിയും തീർന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തീരണം അല്ലേ? അതോ ഇനി വേറെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇപ്പോൾ US ട്രംപ് പറഞ്ഞിരിക്കുന്ന വാക്ക് വെച്ചാൽ ഒബിലിറ്ററേറ്റഡ് എന്നുള്ള വാക്കാണ്. അതായത് ഞങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് എല്ലാ അസറ്റ്സും ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ബട്ട് ഒരു കാര്യമാണ് ഇതിനകത്ത് വന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയിട്ട് ഞാൻ വായിച്ചത്. അതായത് നമ്മുടെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയിലെ IAEA-യുടെ ഹെഡായിട്ടുള്ള ചീഫായിട്ടുള്ള ഗ്രോസിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ 400 കിലോഗ്രാം ഓഫ് 60% എൻറിച്ച്ഡ് യുറേനിയം, അതായത് 60% എൻറിച്ച് ചെയ്ത യുറേനിയം, 400 കിലോഗ്രാം വരുന്ന ആ യുറേനിയം എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് പൈൽ, അത് UN നേരത്തെ ഇറാൻ റിപ്പോർട്ട് ചെയ്ത ഒരു സ്റ്റോക്കാണ്. അതിനെ ഈ അറ്റാക്കിന് മുമ്പേ അവിടുന്ന് മാറ്റിയെന്നാണ് അന്നുള്ളൊരു റിപ്പോർട്ട് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഇന്ന് വരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം ന്യൂക്ലിയർ ഫെസിലിറ്റിയിലേക്ക് ഇറാനും US-ഉം ഇസ്രായേലും അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഈ 60% എൻറിച്ച്ഡ് യുറേനിയം 400 കിലോഗ്രാം വരുന്നത് അതവിടെ ഇല്ലായിരുന്നു എന്നുള്ളൊരു സ്പെക്കുലേഷനും കൂടെ വരുന്നു എന്നുള്ള. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഒരു സ്ട്രൈക്കും കൂടെ വരുമോ? കാര്യം വെച്ചാൽ നമുക്കിതിപ്പോൾ വെരിഫൈ ചെയ്യാനായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ഒന്നുമില്ല അല്ലേ? ഇപ്പം US അല്ലെങ്കിൽ ഇസ്രായേൽ അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ US പറയാൻ പോകുന്നത് എല്ലാം കഴിഞ്ഞു, ഇനി ഇറാൻ നിർത്തുന്നതാണ് നല്ലത്, നമുക്കൊരു സീസ് ഫയറിലേക്ക് വരാമെന്നുള്ളത്. ബട്ട് ഇനിയും US അല്ലെങ്കിൽ ഇസ്രായേൽ ഐഡൻറ്റിഫൈ ചെയ്യാണ് കംപ്ലീറ്റ് ന്യൂക്ലിയർ ഫെസിലിറ്റി നശിപ്പിച്ചിട്ടില്ല, അതവർ മാറ്റി വെച്ചേക്കാണ്, അതും കൂടെ അറ്റാക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത്
ദിസ് വുഡ് ഗോ ഓൺ എന്നുള്ളതാണ് അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സ്ട്രെയിറ്റ് അവേ ഇത് ആർക്കാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? ഓയിൽ ഭയങ്കരമായിട്ട് കയറി കഴിഞ്ഞാൽ ഏതാണ്ട് $78 പെർ ബാരലാണ് ഞാൻ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കണ്ടത്. വളരെ ഹൈ പ്രൈസ് ആണ്. അത് ബെനിഫിറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ അപ്സ്ട്രീം ഓയിൽ കമ്പനീസ് ആണ്. അതായത് ONGC, ഈ പറയുന്ന പോലെ ഓയിൽ ഇന്ത്യ എന്നിങ്ങനെയുള്ള കമ്പനീസിനാണ് വരുന്നതെന്നുള്ളത്. രണ്ടാമത് ഈ ഓയിൽ ഇത്രയും സ്ട്രെങ്തൻ ചെയ്യുന്നതോടുകൂടി ലോകത്ത് ഈ പറയുന്ന പോലെ അൺസർട്ടനിറ്റിയും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കയറുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഗോൾഡ്, രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ US ഡോളേഴ്സ്. കാര്യം അങ്ങോട്ടേക്ക് സേഫ്റ്റി ടു എന്ന ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ടു സേഫർ അസറ്റ്സ് അല്ലെങ്കിൽ മച്ച് മോർ അക്സെപ്റ്റഡ് ആയിട്ടുള്ള കറൻസികളിലേക്ക് പോകും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയതുകൊണ്ട് തന്നെ US ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും IT സ്റ്റോക്സിന് ഈ പറയുന്ന പോലെ ഒരു ബെനിഫിഷ്യൽ ആയേക്കാം വേണമെങ്കിൽ. അത് മാത്രമല്ല, നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ ഓപ്പണിംഗ് ഹൗസിൽ പറഞ്ഞു വെച്ചിരുന്നു US അന്ന് അക്സെഞ്ചറിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ IT കമ്പനീസിൻ്റെ മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ഗൈഡൻസിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കാമെന്ന്. അക്സെഞ്ചറിൻ്റെ റിസൾട്ട് മോശമല്ലായിരുന്നു. ഗൈഡൻസും അവർ ലോവർ ബാൻഡിലുള്ള ഗൈഡൻസ് അവർ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള ഇപ്പോൾ ഈ രണ്ട് ടെയിൽ വിൻഡുകളും IT സ്റ്റോക്സിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ എന്താ പറയുക ONGCക്കും ഓയിൽ ഇന്ത്യക്കും ഇത് ബെനിഫിഷ്യലാണ്. എവിടെയാണ് നെഗറ്റീവ് വരുന്നത്? ക്രൂഡ് റോ മെറ്റീരിയൽ ആയിട്ട് വരുന്ന കമ്പനികൾ. ക്രൂഡ് റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടയർ കമ്പനീസ് അല്ലെങ്കിൽ പെയിന്റ് കമ്പനീസ് അല്ലെങ്കിൽ എയർലൈൻ കമ്പനീസ്, ഇതൊക്കെയാണ് ഡയറക്റ്റ് ആയിട്ട് സിമെന്റ് കമ്പനീസ്, ഇവർക്കൊക്കെ നെഗറ്റീവായിട്ട് വരുന്നത്. ബട്ട് ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓയിൽ കയറുന്നതുകൊണ്ട് കംപ്ലീറ്റ് ഇന്ത്യൻ കമ്പനീസിനും മോശമാവുമെന്ന് വേണം പറയാൻ. കാര്യം വെച്ചാൽ നമ്മൾ 90% ഓഫ് അവർ ക്രൂഡ് റിക്വയർമെന്റ്സ് ആർ ഇമ്പോർട്ടഡ് എന്നുള്ളത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയലാണ് കമ്പനീസിനെന്ന് മാത്രമല്ല ഇന്ത്യൻ എക്കണോമിക്ക് പോലും. അപ്പോൾ അതുകൊണ്ട് പൊതുവെ ഒരു നെഗറ്റിവിറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ള കാര്യം സൂക്ഷിക്കണം. പിന്നെ നമ്മൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഈ പറയുന്ന പോലെ ഈ ഓയിൽ ഗ്യാസ് മാത്രമേ ഇതിനകത്ത് പ്രോബ്ലം ആവുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് ഈ ഗ്ലോബൽ ഫെർട്ടിലൈസർ മൂവ്മെന്റിലെ മാരിടൈം വഴി മൂവ് ചെയ്യുന്ന, അതായത് ഷിപ്പ് വഴി മൂവ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സിന്റെ ഗ്ലോബൽ ആ ഒരു ഷിപ്മെന്റിന്റെ 16% അവിടെ കൂടെയാണ് പാസ് ചെയ്തു പോകുന്നത്. അതിൻ്റെ ബെനിഫിഷ്യറി കൺട്രീസ് എന്ന് പറഞ്ഞാൽ ചൈന, ബ്രസീൽ ആൻഡ് ഇന്ത്യ എന്നുള്ള. അപ്പോൾ ഫെർട്ടിലൈസർ കമ്പനീസിനെയും കൂടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്ന് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ടാമത് നമ്മൾ ഈ പറയുന്ന പോലെ ലൈം സ്റ്റോൺ, അതായത് ഈ ലൈം സ്റ്റോൺ ആണ് ഈ വെസ്റ്റ് ഏഷ്യ ട്രേഡിൽ കൂടെ നടക്കുന്നത്. അപ്പോൾ ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യയും ബംഗ്ലാദേശുമാണ് അതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെസ്റ്റ് ഏഷ്യൻ ട്രേഡ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കൂടെ ലൈം സ്റ്റോണും കൂടെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. അത് മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള സിമെൻറ്റ് എക്സ്പോർട്സും ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, അങ്ങനത്തെ ആ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് മാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ ഗൾഫ് ഓഫ് ഒമാൻ അല്ലെങ്കിൽ അറേബ്യൻ സീ അങ്ങനത്തെ ഒരു ഏരിയയിൽ ഒരു ത്രെട്ടായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് നോക്കുമ്പോൾ സെക്ടർ വൈസ് ഇൻവെസ്റ്റേഴ്സ് കോഷൻഡ് ആയിട്ടിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യണമാണെന്നല്ലോ നമ്മുടെ ചോദ്യം. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറയേണ്ട ഒരു കാര്യം ചെയ്യാം, പാക്ക് യുവർ ബാഗ്സ് ആൻഡ് ഗോ ഫോർ എ വെക്കേഷൻ. ഇത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമേ അല്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല, എനിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ആർക്കും. ഇനിയിപ്പോൾ JP മോർഗന് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. ഇപ്പോൾ JP മോർഗൻ തന്നെ പറയുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ക്രൂഡിൻ്റെ വില $120 പെർ ബാരൽ വരെ പോകുന്നു. എന്നാൽ മറ്റുള്ള ആംചെയർ എക്കണോമിസ്റ്റും ഓയിൽ എക്സ്പേർട്സും പറയുന്നത് $150 വരെ പോകുന്നു. ഇതിന്ന് ഒരു കാര്യം മനസ്സിലായില്ലേ? ഇവർക്ക് ആർക്കും അറിയില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ എത്രയോ ചെറിയ മനുഷ്യരാണ് ഈ വലിയൊരു ലോകത്ത്. നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനും ഫോർകാസ്റ്റിംഗ് ഒന്നുമല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ വക ന്യൂസ് കാണാതിരിക്കുക, പൂട്ടി വയ്ക്കുക. ഞാൻ ഇപ്പോഴും പറയുന്ന വാക്കാണ്, മാർക്കറ്റിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, പാക്ക് യുവർ ബാഗ്സ് ആൻഡ് ഗോ ഫോർ എ വെക്കേഷൻ. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരിക, വേൾഡ് വിൽ ബി ഫൈൻ എന്നുള്ള കാര്യം നമുക്കൊരു കാര്യം ഉറപ്പാണ്. ഈ വാൾ ഓഫ് വെറിയും കൂടെ മാർക്കറ്റ് ക്ലൈംബ് ചെയ്യും. ഇതൊക്കെ ദിസ് ടു ഷാൽ പാസ്, ഇതും മാറിക്കിട്ടുന്നുള്ള. ബട്ട് ഈ സമയങ്ങളിൽ കൂടെ പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ് തെറ്റിപ്പോണെന്നുള്ള. അപ്പം നമ്മൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ഇൻവെസ്റ്ററോടും ട്രേഡേഴ്സിനോടും നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അതായത് നമ്മളിപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് 3 കൊല്ലത്തേക്കോ 5 കൊല്ലത്തോ ആവശ്യമില്ലാത്ത പൈസ തന്നെ ആയിരിക്കാം നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ ഇതോടുകൂടി ലോകം അവസാനിക്കുന്നു വിചാരിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങ് സെല്ല് ചെയ്തിരിക്കും. സെല്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നാളെ മറ്റന്നാളോ, ഇപ്പം നമ്മൾ എന്താ പ്രതീക്ഷിച്ചത്, 2 ആഴ്ചത്തേക്ക് US ഒരു യുദ്ധവും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നടന്നു. അതേപോലെ ഇനി ഇപ്പോൾ വലിയ കാര്യങ്ങൾ നടക്കുന്നു പ്രതീക്ഷിക്കുമ്പോൾ വേണമെങ്കിൽ നാളെ തന്നെ ഇതിനകത്തൊരു ട്രൂസും സീസ് ഫയറും ഒക്കെ സംഭവിച്ചേക്കാം, മാർക്കറ്റ് തിരിച്ചു കയറാം. നമ്മളെല്ലാവരും ക്യാഷ് ആയിട്ടിരിക്കുമ്പോൾ സ്റ്റോക്കുകൾ ഇവിടുന്ന് 10% 15% റീട്രേസ് ചെയ്ത് കയറിയേക്കാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ പറയുന്ന സ്റ്റിക്ക് ടു ബേസിക്സ്. നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ ചെയ്തു അല്ലേ, നമുക്കിനി ഒരിക്കലും റീവൈൻഡ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിക്ക് ടു ബേസിക്സ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 3 കൊല്ലമെങ്കിലും മിനിമം ആവശ്യമില്ലാത്ത കാശ് മാത്രമേ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്നുള്ളത് ഫസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് അടച്ചു വയ്ക്കുക,
മാർക്കറ്റ് ക്ലോസ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ കമ്പ്യൂട്ടറോ ക്ലോസ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ കയ്യിൽ മണി കൺട്രോളോ സീറോദോ ഉണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിയുക. നിങ്ങൾ പാക്ക് ചെയ്യുക, നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ഫാമിലി ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്യുക, ഫാമിലിയും എക്സസൈസും ഹെൽത്തുമായി നോക്കി നിങ്ങൾ മുന്നോട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നുള്ളതാണ്. കാര്യം അത് വേറൊന്നും കൊണ്ടല്ല, ഇത് തന്നെയാണ് റൈറ്റ് ആക്ടിവിറ്റി. ഞാനിത് വളരെ സർക്കാസ്റ്റിക് ആയിട്ട് പറയുകയല്ല, ഇതേ മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ എന്നുള്ളത്. കാര്യം വെച്ചാൽ മാർക്കറ്റ് തീർച്ചയായിട്ടും ലോകം ഇതിൻ്റേതുപോലെ വേൾഡ് വിൽ ഫൈൻഡ് ഇറ്റ്സ് ഓൺ ഫീറ്റ്. അത് അതിൻ്റെ രീതിയിൽ തന്നെ കാര്യങ്ങൾ തിരിച്ചു വരും. നമ്മൾ ഇതിനേക്കാളും എത്രയോ വാറുകൾ അല്ലേ, കോവിഡുകൾ, പാൻഡമിക്കുകൾ അല്ലേ, അല്ലെങ്കിൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇതൊക്കെ നമ്മൾ നേരിട്ടിട്ടും വേൾഡ് തിരിച്ച് അതേപോലെ വന്നിരിക്കുന്നുണ്ട്. നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലൊന്നും കൈകടത്താൻ പറ്റില്ല. നമുക്ക് കൈകടത്താൻ പറ്റുന്നത് നമ്മുടെ സ്വഭാവത്തിനെ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ കയറി അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ 3 കൊല്ലത്തേക്കുള്ള പൈസ, തൊടാൻ പറ്റാത്ത പൈസ മാത്രം നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരിക. 2, ഈ പറയുന്ന പോലെ ബോറോഡ് ഓർ ലിവറേജ് മണി, അതായത് മാർജിൻ ഫണ്ടിങ്ങിലോ പേഴ്സണൽ ലോൺ എടുത്തോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൻ ലൈൻ ഓഫ് ഇൻകം മാർക്കറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമ്മളൊരു ബുൾ മാർക്കറ്റിൽ ഒരുപാട് കാശ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ ഓവർ കോൺഫിഡൻസും കോംപ്ലൈസൻസിയും കൂടിയിട്ട് നമ്മൾ പറയും ഞാൻ ജോലിയൊക്കെ നിർത്തി, ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്, ട്രേഡിംഗ് ആണ് എന്നുള്ള രീതിയിലേക്ക് ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഡിപ്പെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രീറ്റ് ചെയ്യേണ്ട സംവിധാനമല്ല മാർക്കറ്റ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുക, ബിസിനസ് ചെയ്യുക, അവിടുന്ന് ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമ്മൾ എപ്പോഴും ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ എപ്പോഴും മാർക്കറ്റിലുണ്ടല്ലോ ഒരു വാച്ച് ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഉണ്ടാക്കണം. ഈ വാച്ച് ലിസ്റ്റ് സ്റ്റോക്ക് ക്വാളിറ്റി സ്റ്റോക്സ് ആയിരിക്കണം. അതിൽ ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് എന്നൊന്നുമില്ല, മൈക്രോ ക്യാപ്പ് എന്നൊന്നുമില്ല. എല്ലാ സെക്ടറിലും എല്ലാ കാറ്റഗറിയിലും നിങ്ങൾക്ക് ക്വാളിറ്റി സ്റ്റോക്സ് ഉണ്ട്. ഈ ക്വാളിറ്റി സ്റ്റോക്സിനെ കുറിച്ച് നമ്മൾ പലപ്പോഴായിട്ട് മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ഒരു ക്വാളിറ്റി ബിസിനസ്സിനെ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റോക്കിനെ. അതിനുവേണ്ടി ഫണ്ടമെന്റൽ അനാലിസിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളും. അതെല്ലാം നോക്കി വെച്ച് ആ സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റോ ട്രേഡോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ തെറ്റുപറ്റി പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രേഡ് നിങ്ങളിപ്പോൾ വെള്ളിയാഴ്ച ഒരു ട്രേഡ് എടുത്തു മണ്ടേക്ക് വേണ്ടിയിട്ട്, അതെല്ലാം തെറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രേഡ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് പൈസ ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നെസസിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ ട്രേഡിനെ നിങ്ങൾ ഡെലിവറി ആയിട്ട് എടുത്ത് കീപ്പ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടം വരാതിരിക്കാൻ നിങ്ങളുടെ കയ്യിൽ ക്വാളിറ്റി സ്റ്റോക്സ് ആയിരിക്കണം എന്നുള്ള കാര്യം. ഒരു ഡിപ്പ് വരുമ്പോൾ പിന്നെ തിരിച്ചു കയറുന്നത് എപ്പോഴും ക്വാളിറ്റി ബിസിനസ്സുകളോ ക്വാളിറ്റി സ്റ്റോക്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ബേസിക് ഫണ്ടമെന്റൽസ് ആണ് നമ്മളൊരു ഇൻവെസ്റ്റർ ഇത് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. കാര്യം മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളത് നമുക്ക് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കാശ് ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു സേയിങ് എന്ന് വെച്ചാൽ, ഹൗ you are positioning yourself an eccentric person called market. അപ്പുറത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സെൻട്രിക് പേഴ്സൺ ആണ്. നമ്മുടെ വീട്ടിൽ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടാവും എന്ന് വിചാരിക്കുക. നമ്മുടെ ബന്ധത്തിൽ ഒരാൾ, നമ്മൾ എന്താ ചെയ്യണേ, അദ്ദേഹം 9:30 സ്വഭാവമല്ല 9:40, 10 മണിക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറും. അങ്ങനെയുള്ളവർ ഇങ്ങനെ രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കതിനനുസരിച്ച് പോകാൻ പറ്റില്ല. നമ്മൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വളരെ മെച്ചുവറായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ സോഫ്റ്റായിട്ട് പെരുമാറുള്ളൂ. ഇതിൻ്റെ കൂടെ കിടന്ന് ചാടാറില്ല നമ്മൾ എന്ന് പറയുന്ന പോലെയാണ് മാർക്കറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ലോഡ് ഓഫ് വയലൻസസ്. ഇങ്ങനത്തെ വയലൻറ്റ് മൂവ്മെൻ്റ് ഉള്ള ഒരു സിസ്റ്റമാണ് മാർക്കറ്റ്. ഇറ്റ് ഈസ് ലൈക്ക് എൻ എക്സെൻട്രിക് പേഴ്സൺ. അതിൻ്റെ കൂടെ ചാടാനോ പിടിക്കാനോ നമുക്ക് പോകാൻ പറ്റില്ല. കാര്യം നമ്മൾ അതിൻ്റെ കൂടെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് സോഫ്റ്റാണ്. അവർ സോഫ്റ്റായിട്ട് നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് ദേഷ്യപ്പെടും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, വളരെ റിലാക്സ്ഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക. സോ യു ഷുഡ് പൊസിഷൻ യുവർ സെൽഫ് എഗെയിൻസ്റ്റ് an eccentric person called Mr. Market. മിസ്റ്റർ മാർക്കറ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആണ് നിങ്ങൾ കളിക്കുന്നതെന്നും അദ്ദേഹം ഭയങ്കര വയലൻ്റ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കമ്പോസ്ഡ് ആയിട്ട് നിന്ന് നിങ്ങൾ തെറ്റുകൾ ചെയ്യാതിരിക്കുക. അതിനുവേണ്ടി റീപൊസിഷൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും നിങ്ങൾ അങ്ങനത്തെ രീതിയിലേക്ക് ആക്കുക. നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റും അതിലേക്ക് ആക്കുക. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എക്സസൈസ്, ട്രാവലിംഗ്, ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ മാർക്കറ്റിൽ ഒരു ഫ്രെയിം ഓഫ് മൈൻഡ് കൊണ്ടുവരാം. നിങ്ങൾ സ്ഥലം മേടിക്കുക. നിങ്ങളുടെ സ്ഥലത്തിനെ കുറിച്ച് നിങ്ങളിപ്പോൾ വെറി ചെയ്യാറില്ലല്ലോ. ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നു, അമേരിക്ക അതിനകത്ത് കയറി ഇടപെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ വെറി ചെയ്യാറില്ലല്ലോ. നിങ്ങളുടെ ലോക്കറിലിരിക്കുന്ന ഒരു ഗോൾഡ് ചെയിനെ കുറിച്ച് നിങ്ങൾ വെറി ചെയ്യാറില്ലല്ലോ. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് സ്റ്റോക്ക് എന്ന് പറയുന്നതും ഒരു അസറ്റ് തന്നെയാണ്. ആ അസറ്റും തിരിച്ച് ഈ പറയുന്ന പോലെ തിരിച്ചത് ക്ലൈം ബാക്ക് ചെയ്യും. നിങ്ങൾ അതിനെക്കുറിച്ചും വെറി ചെയ്യാതിരിക്കുക എന്നുള്ള. സോ ഗോ വിത്ത് എ കാം മൈൻഡ്. ആവശ്യമില്ലാത്ത അൺനെസസറി ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കുക. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് റൂൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രോബ്ലം വരില്ല. ബേസിക് റൂൾ എന്താണ്? 3 കൊല്ലത്തേക്ക് ആവശ്യമില്ലാത്ത പൈസ, ബോറോഡായിട്ട് ലോണായിട്ട് എടുക്കാത്ത പൈസയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു ജാസ്മിൻ.
യെസ്, ഏതായാലും കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. ഓവർനൈറ്റിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. പലതരത്തിലുള്ള സെക്ടേഴ്സും പല മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് ഒക്കെ തന്നെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ മാർക്കറ്റിനൊപ്പം നമ്മൾ ആ ഒരു റാപ്പിഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റിയിൽ പങ്കെടുക്കാതെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ആ ഒരു ബ്രോഡർ മൈൻഡിൽ മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നിക്ഷേപകരെയും നമ്മുടെ ഈ ഷോയുടെ പ്രേക്ഷകരെയും ഒക്കെ തന്നെ ഓർമ്മിപ്പിക്കാനുള്ളത്. സാർ, നമ്മുടെ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് മുൻപ് നമുക്കൊരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കൂടി കടന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാം. ശരിക്കും ജാസ്മിൻ, നമ്മൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഇരിക്കുമ്പോൾ സ്പോട്ട്ലൈറ്റിലേക്ക് ഒരു നല്ലൊരു സ്റ്റോക്ക് അവതരിപ്പിക്കണം. നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല മാത്രമേ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളൂ. നമ്മൾ മോശം സ്റ്റോക്കുകളും അവതരിപ്പിക്കാറുണ്ട്. അതിൻ്റെ നെഗറ്റീവ് വശം പറഞ്ഞിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. സാധാരണ നമ്മുടെ മുന്നിലേക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വരുമ്പോഴുണ്ടല്ലോ, ആ ഇൻഫർമേഷനിൽ നിന്നാണ് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൻ്റെ മാൻഡേറ്റ് എന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് അവതരിപ്പിക്കുക എന്നുള്ളതല്ല, സാധാരണക്കാരന് നിങ്ങളുടെ മുന്നിൽ വരുന്ന ന്യൂസിൽ നിന്ന് എങ്ങനെ ഒരു സ്റ്റോക്ക് ഐഡിയ ജനറേറ്റ് ചെയ്യാം. അതായത് നമ്മൾ വീണ്ടും പറയുന്നത്, നമ്മൾ ഫിഷ് അല്ല കൊടുക്കുന്നത്, ഫിഷിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അതാണ് മൈഫിൻ്റെ മാൻഡേറ്റ്. അപ്പം നമ്മൾ ജനങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ നിങ്ങളൊരു ന്യൂസ് പേപ്പറോ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു അലർട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കാണുമ്പോൾ അതിൻ്റെ പുറകിൽ എങ്ങനെ ഒരു സ്റ്റോക്ക് ഐഡിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അതാണ് സ്പോട്ട്ലൈറ്റിൻ്റെ ഒരു ഉദ്ദേശം. അല്ലാതെ റെക്കമെൻഡേഷൻ അല്ല, റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് മാൻഡേറ്റും ഇല്ല എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ എന്തൊക്കെയോ സംസാരിക്കേണ്ട ദിവസം നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട് ഈ സ്റ്റോക്കിനെ കുറിച്ച്. ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള സെക്ടറാണ്, കൺസംഷൻ സ്റ്റോറിയാണ്, FMCG സ്റ്റോക്കാണ്, ജ്യോതി ലബോറട്ടറീസ് ആണ് നമ്മൾ ഇന്ന് സ്പോട്ട്ലൈറ്റിൽ അവതരിപ്പിക്കുന്നത്. ആ ജ്യോതി ലബോറട്ടറി അവതരിപ്പിക്കാനുള്ള കാരണം തന്നെ ഈ പറഞ്ഞാൽ അതിനകത്ത് വലിയ എക്സൈറ്റ്മെന്റോ ഇതിനെ ബേസ് ചെയ്ത് ന്യൂസ് ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ഒരു പ്രേക്ഷകൻ ജ്യോതി ലബോറട്ടറീസിന്റെ അഭിപ്രായം ചോദിച്ചു എന്നുള്ളത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇന്നൊരു ഡിഫൻസീവ് സ്റ്റോക്കാണ് അവതരിപ്പിക്കുന്നത്. കാര്യം മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ ഡിഫൻസീവ് സെക്ടേഴ്സ് ആയിട്ട്, പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ പറയുന്നത് ഫാർമ, FMCG, പിന്നെ US ഡോളേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ ടു ആൻ എക്സ്റ്റെൻഡ് ഈ പറയുന്ന പോലെ നമ്മൾ IT സ്റ്റോക്സും കൂടെ പറയാറ്. അപ്പോൾ ജ്യോതി ലബോറട്ടറീസ് എന്ന് പറയുന്നത് കേരള കമ്പനിയാണ്. 1983 കണ്ടുപിടിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെയിൽ വിൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് ഇനി വരാൻ പോകുന്ന, അതായത് ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിക്കഴിഞ്ഞു, ഇൻകം ടാക്സ് കട്ടുണ്ട് 12 ലക്ഷത്തിൻ്റെ. അപ്പോൾ ആൾക്കാർ കൂടുതൽ കൺസംഷനിലേക്ക് വരും എന്ന് നമ്മൾ പറയുന്നു. രണ്ടാമത് ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണെന്നുള്ള ഈ ജ്യോതി ലബോറട്ടറീസ് 1983 മിസ്റ്റർ MP രാമചന്ദ്രൻ, അതായത് ചെയർമാൻ എമിരിറ്റസ് ആണ്, അദ്ദേഹം ഫൗണ്ട് ചെയ്ത കമ്പനിയാണ് ജ്യോതി ലബോറട്ടറീസ് എന്ന് പറഞ്ഞാൽ. അവരുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഫാബ്രിക് കെയർ ആണ്. ഫാബ്രിക് നമ്മളിടുന്ന തുണിയൊക്കെ കെയർ ചെയ്യുന്ന ഫാബ്രിക് കെയർ ആണ്. ആ കമ്പനിയുടെ ടോട്ടൽ സെയിൽസിൻ്റെ 44% ഫാബ്രിക് കെയർ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളത്. അതിനകത്ത് യുണീക്ക് പ്രോഡക്റ്റ് ആണ് നമ്മൾ കേട്ടിരിക്കുന്നത് തന്നെ, ആ പേര് തന്നെയാണ്, അതിൻ്റെ പേരാണ് ഉജാല സുപ്രീം. മാർക്കറ്റ് ലീഡറാണ്. അതായത് ആ കാറ്റഗറിയിൽ അവർക്ക് 85% മാർക്കറ്റ് ഷെയർ ഉണ്ട് എന്നുള്ളതാണ്. അതായത് വെളുത്ത തുണികളെ വീണ്ടും ബ്രൈറ്റൻ അപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വൈറ്റനർ വാഷിംഗ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറയുന്ന പോലെ ഉജാല സുപ്രീം എന്ന് പറയുന്നത്. രണ്ടാമത് അവർക്ക് ഹെൻകോ എന്ന് പറഞ്ഞ് ഈ ഫാബ്രിക് കെയറിൽ തന്നെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതും വളരെ ഫേമസ് ആണ്. നമുക്കറിയാം സർഫ് എക്സലിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സ്റ്റെയിൻ റിമൂവൽ ആണ്, ഡിറ്റർജന്റ് പൗഡർ ആണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഇത് കൂടാതെ തന്നെ പിന്നെ അവർക്ക് ഫാബ്രിക് കെയറിലുള്ള മൂന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ വൈറ്റ് അല്ലെങ്കിൽ മിസ്റ്റർ മൂൺ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് പ്രോഡക്ട്സ് അവർക്കുണ്ട്. സോ ഇതൊക്കെയാണ് അവരുടെ ഫാബ്രിക് കെയർ. ഈ ഡിവിഷനാണ് അവരുടെ സെയിൽസിന്റെ 44% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത് ഡിഷ് വാഷറാണ്. ഡിഷ് വാഷിംഗ് എന്ന് പറയുന്നത് ഈ ഡിഷ് വാഷിംഗ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രില്ല്, ഈ PRIL എന്ന് പറയുന്ന പ്രോഡക്റ്റ് വളരെ ഫേമസ് ആണ് അല്ലേ. നമ്മൾ റിന്നിന്റെ കൂടെ, റിന്ന് ഒക്കെ പറയുന്നതിന്റെ കൂടെ തന്നെ റിന്നും വീലും ഒക്കെയാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. അതിന്റെ ഒരു വലിയൊരു കോമ്പറ്റീറ്റർ തന്നെയാണ് പ്രില്ല് എന്ന് പറയുന്നത്. അതൊരു ലിക്വിഡ് ഫോർമാറ്റിലാണ് പ്രില്ല് കൂടുതലും സെല് ചെയ്യണത്. പിന്നെയുള്ളത് എക്സോ എന്ന് പറയുന്നത് ഡിഷ് വാഷ് ബാറാണ്, സ്ക്രബും ഉണ്ട് അല്ലേ, സ്ക്രബും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ കിച്ചൺ യൂസ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളോ അമ്മമാരോടോ സഹോദരിമാരോടോ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം ഏതാണ് നല്ല പ്രോഡക്റ്റ്. അതിലെ വലിയൊരു പ്ലെയറാണ് ഈ പറയുന്ന പോലെ ജ്യോതി ലബോറട്ടറീസ് എന്ന് പറയുന്നത്. പിന്നെ ഹൗസ് ഹോൾഡ് ഇൻസെക്ടിസൈഡ്സ് ആണ് അവരുടെ മൂന്നാമത്തെ ഡിവിഷൻ. അതായത് മാക്സോ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മൊസ്കിറ്റോ കോയിലുണ്ട്, റിപ്പല്ലൻ്റ് ഉണ്ട്, അത് മാത്രമല്ല ഇൻസെൻസ് സ്റ്റിക്സ് ഉണ്ട്, ചന്ദനത്തിരിയും, അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഈ ഇൻസെക്ട്സിനെയൊക്കെ ഓടിക്കാൻ കത്തിക്കുന്ന സ്റ്റിക്സും ഒക്കെ ഇവർക്കുണ്ട്. അപ്പോൾ മാക്സോ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. പിന്നെ ഈ സർഫസ് ക്ലീനർ, ഈ നമ്മുടെ ഫ്ലോറും സർഫസും ഒക്കെ ക്ലീൻ ചെയ്ത് എയർ ഫ്രഷ്നറും ഒക്കെ ഇറക്കുന്ന ഒരു മായ എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. ഇതൊക്കെയാണ് ഒരു ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് അവർ കൊണ്ടുവരുന്നത്. പിന്നെ പേഴ്സണൽ കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി യൂസിൽ നമ്മുടെ കുളിക്കുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യണം മാർഗോ സോപ്പ്. മാർഗോന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വളരെ ഫേമസ് ആയിരുന്നു പണ്ട്. അതിന് സോപ്പ് ഉണ്ട്, അവർക്ക് സ്കിൻ കെയർ പ്രോഡക്ട്സും മാർഗോ എന്ന് പറയുന്ന ബ്രാൻഡിനുണ്ട്. പിന്നെ നമുക്കറിയാം ഈ റോൾ ഓൺസും ബോഡി സ്പ്രേ ഒക്കെ
ഡിയോസ്പ്രേസ് ആണ് അത് കൂടുതൽ വരുന്നത്, FA എന്ന് പറയുന്ന പ്രോഡക്റ്റ് വളരെ ഫേമസ് ആണല്ലോ. പിന്നെ നീം ആക്റ്റീവ് എന്ന് പറഞ്ഞ ടൂത്ത് പേസ്റ്റ് ഉണ്ട്. ടൂത്ത് പേസ്റ്റ് ഒന്ന് നീം ഒരു ലൈം ടേസ്റ്റ് ഉള്ളതാണെന്ന് തോന്നുന്നു അത്. പിന്നെ ഇവർക്കുള്ള ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, സ്പാ സർവീസസ്. അതായത് ഫേബ്രിക് സ്പാ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു സ്പാ സർവീസസ് ഉണ്ട്. അത് വലിയ മീനിങ് ഫുൾ ആയിട്ടൊന്നും ഇവരുടെ റവന്യൂവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നാണ്. ഇതിൻ്റെ ഗ്രോത്ത് പ്രോസസ്സ് നമുക്ക് ഇത് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അതായത് ഒരുപാട് അർബനൈസേഷൻ വരുന്നു, റൂറൽ ആൾക്കാർ ഇൻകം ഗ്രോ ചെയ്യുമ്പോൾ അവർ ഇതേപോലത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നു. പിന്നെ റൂറലിലേക്ക് വലിയ ഇതേപോലെയുള്ള പ്രോഡക്ട്സ് ചെറിയ പാക്കറ്റ്സ് ആയിട്ട് മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാൻ കമ്പനീസ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നു. നല്ല സ്ട്രോങ് ബ്രാൻഡ്സ് ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. നല്ല ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്, നല്ല കോസ്റ്റ് കൺട്രോൾ ഉണ്ട്. ഇതൊക്കെ ഈ കമ്പനിക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് ഗ്രോത്ത് പ്രോസ്പെക്ട്സിൽ വരുന്നു എന്നുള്ളത്. പിന്നെ നമുക്കറിയാലോ ഉജാല ആഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാബാലൻ, അതിൻ്റെയൊക്കെ സെലിബ്രിറ്റീസ് ആണ് ആഡിൽ വരുന്നത്. വിദ്യാബാലൻ, നയൻതാര, മഞ്ജു വാര്യരൊക്കെയാണ് ഈ പറയുന്ന ഇവരുടെ ആഡ്സിൽ വരുന്നത്. എക്സോ പ്രില്ലിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് ശില്പ ഷെട്ടി, ജെനീലിയ, റിതേഷ് ദേശ്മുഖ്, ഇവരൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഓൾ ഇന്ത്യ പ്ലെയർ ആണ്, അതായത് ഒരു യൂണിവേഴ്സൽ അപ്പീലാണ് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഒരു 4 തുള്ളിയിൽ വെണ്മ എന്നുള്ളതായിരുന്നല്ലോ ഉജാലയുടെ ഒരു ടാഗ്ലൈൻ എന്ന് പറയുന്നത്. 4 തുള്ളിയിൽ നിന്ന് കോടികളുടെ ലാഭത്തിലേക്ക് മാറിയ ഒരു കമ്പനി അല്ലേ? അതെ, ഇതേപോലത്തെ ബോളിവുഡ് ആക്ടേഴ്സിനെ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു യൂണിവേഴ്സൽ അപ്പീലിന് വേണ്ടിയിട്ടാണ് കമ്പനിയുടെ സ്ട്രാറ്റജി എന്നുള്ളതാണ്. ഇതിന്റെ റവന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2847 കോടിയാണ് ഇതിന്റെ FY25 റവന്യൂ എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 370 കോടിയാണ്. 10 രൂപ EPS ആണ് വരുന്നത്. ഇവർ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 18%. നല്ലതാണ്. ഡെപ്റ്റ് എന്ന് പറയുന്നത് നില്ലാണ്. സാധാരണ FMCG കമ്പനീസ് നന്നായിട്ട് മാനേജ് ചെയ്യുന്ന FMCG കമ്പനീസിനൊന്നും ഡെപ്റ്റ് ഇല്ല. ഇവരുടെ ക്യാഷ് ഓൺ ദ ബുക്സ് അല്ലെങ്കിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് അവരുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ മാർച്ച് 31, 2025 നമുക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 750 കോടി അതിനകത്ത് ക്യാഷ് ആയിട്ട് കിടപ്പുണ്ടെന്നാണ്. മാർക്കറ്റ് ക്യാപ്പ് 11,700 കോടിയാണ് ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ്. ഇതിന്റെ CMB മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 319 രൂപയാണ്. ഇന്ന് മാർക്കറ്റ് തുടങ്ങിയിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിന്റെ ട്രെയിലിംഗ് P അതായത് 2025 EPS ജനറേറ്റ് ചെയ്തതിനനുസരിച്ച് മാർക്കറ്റ് കൊടുത്തിരിക്കുന്ന ഈ CMBയിലുള്ള പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ 31.6 ആണ്. ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്നും എന്താ പറയുക, ഈ ജ്യോതി ലബോറട്ടറീസ് ഈ ഹൈ പിയിലാണ് ട്രേഡ് ചെയ്തേക്കുന്നത്. ബട്ട് അതിന്റെ റവന്യൂ ഈ പറയുന്ന പോലെ ആ PE ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലല്ല. നമ്മൾ സാധാരണ ഒരു കാര്യം പറയാറുണ്ട്, അതായത് 35% PE ഒക്കെ ഒരു കമ്പനിക്ക് കിട്ടണമെങ്കിൽ ആ കമ്പനിക്ക് 35% മുകളിലെങ്കിലും ഒരു ഗ്രോത്ത് കിട്ടണം എന്നുള്ളതാണ്. അതായത് 8%, 10%, 15% ഗ്രോ ചെയ്യുന്ന കമ്പനിക്ക് മാക്സിമം പോയ ഒരു 20-25% PE മാർക്കറ്റ് അസൈൻ ചെയ്യാവൂ. 30 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റോക്കിന്റെ പ്രൈസിൻ്റെ ഉള്ള ഗ്രോത്ത് കുറവാണ്. കാര്യം ഓൾറെഡി അത് ഓപ്റ്റിമം അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് ലെവലിലാണ് അത് ഈ പറയുന്ന പോലെ എന്താ പറയുന്നത് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് പറയാം. അപ്പൊ ഈ പറയുന്ന ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു നല്ല സ്റ്റോക്കാണോ ചീത്ത സ്റ്റോക്കാണോ ഉള്ളതിനേക്കാട്ടിലും ഇതിന്റെ PE ഹൈ ആണെന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. FMCG സ്റ്റോക്കിൽ ചിലപ്പോൾ ഈ സ്റ്റോക്ക് മേടിച്ചാൽ വാല്യൂ ട്രാപ്പ് ആയി പോകാമെന്നും പറയുന്നു. ബട്ട് സേഫ് ആയിട്ടുള്ള, അതായത് സേഫ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, മാർക്കറ്റിൽ സേഫ് എന്നുള്ള വാക്കേ ഇല്ല. ക്ഷമിക്കണം, ഞാൻ ആ യൂസ് ചെയ്തതിന് ആ വാക്ക് ചെയ്തതിന് ഒരു പണിഷ്മെന്റ് എനിക്ക് കിട്ടേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ സേഫ് ആയിട്ട് ഒരു കാര്യവും ലോകത്തില്ല. മാർക്കറ്റ് മാത്രമല്ല, റിയൽ എസ്റ്റേറ്റിലും ഇല്ല, ഗോൾഡിലും ഇല്ല സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിന് സേഫ്റ്റി ഇല്ല. നമ്മുടെ ജീവന് പോലും സേഫ്റ്റി ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് ജ്യോതി ലബോറട്ടറീസ്. FMCG സ്റ്റോക്ക് എന്ന് പറയുന്ന അതാണ് ഈ പറയുന്ന പോലെ അത് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ ഇത് അവതരിപ്പിക്കേണ്ട പ്രത്യേകിച്ച് ഒരു റീസൺ ഇന്നില്ല. ഇന്നൊരു ഡിഫൻസീവ് ആയിട്ടുള്ള സ്റ്റാൻഡ് നമ്മൾ എടുത്തു എന്നേ ഉള്ളൂ. കാര്യം നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ജിയോ പൊളിറ്റിക്സിലൊക്കെ വരുമ്പോൾ ഇന്നും മാർക്കറ്റിൽ പ്രീ ഓപ്പൺ 110 പോയിന്റ്സ് ആണ് നിഫ്റ്റി ഡൗൺ ആവുന്നത്. പക്ഷേ തുറന്നത് ഏതാണ്ട് 250 പോയിന്റ് ഡൗൺ ആയിട്ടാണ്. അതുകൊണ്ട് ഇതേപോലെയുള്ള ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് നമുക്ക് ടൈഡ് ഓവർ ചെയ്യാൻ നമുക്ക് ഒരു രീതിയിലും മാർഗ്ഗമില്ല. നമുക്കിത് ഫോർകാസ്റ്റ് ചെയ്യാൻ മാർഗ്ഗമില്ല. നമുക്ക് ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ പ്രൊട്ടക്ട് യുവർ മണി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സ്റ്റോക്കുകൾ ഇങ്ങനത്തെ സമയങ്ങളിൽ ചിലപ്പോൾ ഉപകരിച്ചേക്കാം. ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഇത് സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല. ഞങ്ങൾ ഈ സ്റ്റോക്ക് നിങ്ങളുടെ മുന്നിൽ അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് സ്പോട്ട്ലൈറ്റിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനോ, സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിനെയോ, സെബി റിസർച്ച് അനലിസ്റ്റിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറിനെ മാത്രം കണ്ട് ചെയ്യാന്നുള്ള നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ സ്പോട്ട്ലൈറ്റിലുള്ള സ്റ്റോക്കിനേക്കാളും നമ്മൾ ജനങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട്, ഇൻവെസ്റ്ററോട്, ട്രേഡറോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് 3 കൊല്ലം ആവശ്യമില്ലാത്ത പൈസ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ലോൺ ഉപയോഗിച്ചോ മാർജിനിലോ എടുക്കാത്ത പൈസയാണ്. 3 നിങ്ങളുടെ മെയിൻ ലൈൻ ഓഫ് ഇൻകം സ്റ്റോക്ക് മാർക്കറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വേറെ ഒന്നും നിങ്ങൾ ചെയ്യാനില്ല. അനാവശ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ റോങ് ഫുൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാതെ പാക്ക് യുവർ ബാഗ്സ് ആൻഡ് ഗോ ഫോർ എ വെക്കേഷൻ.
യെസ്, ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിന് മുൻപായിട്ട് നമ്മുടെ എല്ലാ പ്രോഗ്രാംസും മൈഫിൻ്റെ എല്ലാ പ്രോഗ്രാംസും നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനായിട്ട് മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ പ്രോഗ്രാംസ് ഒക്കെ ലൈവായിട്ട് കാണാൻ സാധിക്കും. ഇനി ഈ പ്രോഗ്രാമിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, കൂടുതലായിട്ട് ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത മണിക്കൂറിൽ വീണ്ടും നമ്മുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.